Okay. Fine. Okay. സുഖായിരിക്കുന്നു. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലോ സുൽഫത്ത്? അറിയില്ല, ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, കുറച്ചു നേരമായി. റൈനലിനെ വിളിച്ചു വന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഫൈൻ. എന്റെ വീഡിയോ കാണാവോ? വീഡിയോ ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. സോ യെസ്, ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമായിരിക്കുന്നോ? സുഖം. ഓക്കെ. സോ ഞങ്ങള് ഇന്നലെ രാത്രിയാണ് എത്തിയത്. ഇന്നലെ വൈകുന്നേരം ഒരു 9 മണി മുമ്പത്തേക്ക് ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയപ്പോ നമ്മുടെ ഗ്ലോബൽ റാലി കഴിഞ്ഞ ഏകദേശം 5 days ഗ്ലോബൽ റാലി കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങള് സ്റ്റോറീസ് ഒക്കെ കണ്ടോ? നമ്മുടെ സ്റ്റോറീസ്, സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ കണ്ടോ? ഫെൽപ്പ് ഇന്ത്യ, ഫോറെവർ ലിവിങ് ഇന്ത്യനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടോ നിങ്ങള്? ഫെൽപ്പ് ഇന്ത്യയുടെ യെസ് ഗ്ലോബൽ റാലിനെ കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടല്ലോ? അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം, പുതിയ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഗ്ലോബൽ റാലി എന്ന് പറഞ്ഞാൽ വർഷത്തിലിടയ്ക്ക് കമ്പനി നടത്തുന്ന ഒരു ഇന്റർനാഷണൽ ഇവന്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത് 2000-ലാണ് ഇത് കമ്പനി റെക്സ്മോഗൻ ഈ ഒരു റാലി സംഭവം കൊണ്ടുവന്നത്. ശരിക്കും 99 ആ ഒരു ടൈമില് കൊണ്ടുവന്ന്. ശരിക്കും ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതായത് വർഷത്തിലൊരിക്കൽ കമ്പനി നടത്തുന്ന ഒരു ഇന്റർനാഷണൽ ഇവന്റ്. അതിനേക്കാൾ ഉപരി 170 രാജ്യങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ 169-170 രാജ്യങ്ങളിൽ നിന്ന് കമ്പനി മാനേജേഴ്സിന് അബവ് ആയിട്ടുള്ള ടോപ്പ് അച്ചീവേഴ്സിന്, അതായത് അത്ര വോളിയം കൊണ്ടുവരണം, ആ കൊണ്ടുവന്ന എല്ലാവരെയും ഒരു കൊടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ് റെക്സ്മോഗൻ എടുത്തത്. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം, അപ്പൊ അവിടെ കമ്പനിയുടെ ഗ്ലോബൽ ടേൺ ഓവർ അനൗൺസ് ചെയ്യും. കമ്പനിയുടെ ട്രെയിനിങ്സ് ഉണ്ടാവും, നമുക്ക് ഇന്റർനാഷണൽ ടോപ്പ് ട്രെയിനിങ്സ് ഉണ്ടാവും. GLT എന്ന് പറയും, ഇത് ഗ്ലോബൽ ലീഡർഷിപ്പ് ടീമായിട്ടുള്ള ടോപ്പ് ആൾക്കാരുണ്ട്, വേൾഡ് ലീഡേഴ്സ്, അവരുടെ ട്രെയിനിങ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് എല്ലാം ഫുൾ പെയ്ഡ് ബൈ ദ കമ്പനിയാണ്. നമ്മുടെ സ്റ്റേ, നമ്മുടെ ഫുഡ്, ഇന്റർനാഷണൽ ഹോട്ടൽസിലായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഏത് രാജ്യത്താണോ കൊണ്ടുവരുന്നത് അവിടെ ഇന്റർനാഷണൽ ലെവലിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് തരുന്നത്. പിന്നെ അതോടെ കൂടാതെ നമുക്ക് ഈവൻ സ്പെൻഡിങ് അലവൻസ് വരെ നമുക്ക് കമ്പനി തരും. നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള അലവൻസ് നമ്മുടെ CC ബേസിസിൽ തരും. അതിനെല്ലാം കൊണ്ടും ഭയങ്കരമായിട്ടൊരു എക്സ്പോഷർ കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ഈ റാലി എന്ന് പറയുന്നത്. ഇതിന് അത് നമുക്ക് പിന്നെ വേറെ രാജ്യത്തിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. നമ്മൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിലൂടെ നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ട് തന്നെ റാലിയുടെ രാജ്യത്തിൽ പോണേക്കാൾ ഉപരി ഏത് രാജ്യമാണ്, ഗ്ലോബൽ റാലി മാത്രമല്ല, ഈഗിൾ മാനേജർ എന്ന് പറഞ്ഞ വേറൊരു ട്രിപ്പും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കമ്പനിയുടെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുമ്പോൾ മെയിൻ ആയിട്ട് ആ രാജ്യത്തിനേക്കാൾ ഉപരി ഇവരൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ആദ്യം ഞാൻ ഗ്ലോബൽ റാലി പോയി. എന്റെ ആദ്യത്തെ റാലി കഴിഞ്ഞ വർഷമായിരുന്നു, ബാലിയിലായിരുന്നു. ആ സമയത്ത് നമ്മള് ആദ്യത്തെ റാലിയും ഈഗിൾ മാനേജറും പോകുന്ന പോലെ ആയിരിക്കില്ല, ട്രിപ്സ് പോകുന്ന പോലെ ആയിരിക്കില്ല. പിന്നെ പോകുമ്പോൾ നമ്മൾ കൂടുതൽ, ഓഫ് കോഴ്സ് രാജ്യം അത് നല്ലതാണ്, നമുക്കത് വിസിറ്റ് ചെയ്യണം. പക്ഷെ കൂടുതൽ നമ്മള് ഉണ്ടാവുക അവിടത്തുള്ള നമ്മൾ കഴിഞ്ഞ വർഷം കണ്ട ആൾക്കാരെ മീറ്റ് ചെയ്യുക, സംസാരിക്കുക, അവരായിട്ടുള്ള സ്നേഹം, നമ്മളുടെ ടോപ്പ് ലീഡേഴ്സിനെ, ഈ ഒരു ലെവലിലോട്ട് നമ്മുടെ മൈൻഡ് പതുക്കെ മാറും. അതാണ് എനിക്ക് ശരിക്കും ഈ ഒരു റാലിയിലും ഈ ഒരു സംഭവത്തിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഇതിന്റെ ഫുൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഇന്റർനാഷണൽ ലെവലാണ്. അപ്പൊ ഞാൻ താമസിച്ചത്, നിങ്ങൾ ഡൽഹിയിലുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ആ ഒരു ഏരിയ ഫുള്ള് കമ്പനി, ഒരു ഹോട്ടലല്ല എടുക്കുന്നത്. പൂൾമാൻ ഹോട്ടൽ, JW, മാരിയറ്റ്, പിന്നെ ഹയാത്ത്, അങ്ങനെ ഒരു 3-4 ഹോട്ടൽ ഫുള്ളായിട്ട് കമ്പനി എടുത്തേക്കുന്നതാണ്. ആൻഡ് ഈവൻ നിങ്ങൾക്ക് പറഞ്ഞറിയില്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയില് അങ്ങനെയാണ്. വോയിസ് കേൾക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, കേൾക്കുന്നില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക. ഓക്കെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയില്, ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയില് ആദ്യത്തെ ദിവസം പോയി ഹരീഷ് സിംഗ് പറഞ്ഞാണ്, ഇന്നേ വരെ ഒരൊറ്റ കമ്പനിയും, ഇന്ത്യയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്, ഇതുപോലത്തെ ഒരു ഇന്റർനാഷണൽ ഇവന്റ് ഇന്നേ വരെ ചെയ്തിട്ടില്ല. കാരണം ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. കാരണം ഇന്ത്യയില് ഒരാൾക്ക് നടത്തുക എന്ന് പറഞ്ഞ, അതുകൊണ്ട് തന്നെ ഇത് റെക്കോർഡാന്ന് പറയുന്നത്. ശരിക്കും ഞാൻ പറയുന്നത് ഫോറെവറിനല്ല, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ് റെക്കോർഡാന്ന് പറയുന്നത്.
കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നടത്താന്നുള്ള ചെറിയ കാര്യമില്ല. കാരണം പല രാജ്യത്തുനിന്ന് നമ്മൾ കേൾക്കാത്ത രാജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്, ടോപ്പ് അവിടുത്തെ ലീഡേഴ്സ്. അങ്ങനത്തെ രാജ്യങ്ങളുണ്ടോ? ഇപ്പൊ ഈ ബൾഗേറിയയുടെ ബൾഗേറിയയുടെ ഇടയിലൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിന്റെ പേര് പോലും ഞാൻ കേട്ടില്ല, ഒരു എം വെച്ചിട്ട് തുടങ്ങുന്ന. ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ടോപ്പ് അച്ചീവേഴ്സ്, ഹൗസ് വൈഫ്സ് വരുന്നത് അവിടെ വെച്ച്. അങ്ങനെ ടോപ്പ് അച്ചീവേഴ്സ്. അപ്പൊ അവിടെയൊക്കെ ആൾക്കാർ ഒരു രാജ്യത്തോട്ട് കൊണ്ടുവരിക, അവരുടെ ഫ്ലൈറ്റ് ഫുൾ കമ്പനി ചെലവാണ്, ഫ്ലൈറ്റ്, അക്കോമഡേഷൻ, പിന്നെ അതുപോലെ തന്നെ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്സ്, നോളജ്, ഫെസിലിറ്റീസ്, ഇതൊക്കെ കമ്പനി ഇതിനകത്ത് ഒരു 5 ദിവസം 6 ദിവസം ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു കാര്യം. അത് കഴിഞ്ഞ വർഷം ബാലിയിലായിരുന്നു, അതിന് മുന്നത്തെ വർഷം ദുബായില്, അടുത്ത വർഷം പാരീസിലാണ്. പാരീസിലാണ് നമ്മൾ നടക്കുന്നത്, പാരീസ്. അപ്പോ ഇത്രയും പല പല രാജ്യത്ത് ഈ ഒരു ഇന്റർനാഷണൽ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക്, ഈ ഒരു റാലിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവുന്നത് ഫോറെവറിന്റെ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫോറെവർ എന്ന ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ഒരു കമ്പനിയുടെ ഒരു വിഷൻ നിങ്ങൾക്കറിയാം. ഈ ഒരു റാലി ഞാൻ അവിടെ ചോദിച്ചപ്പോ 2020 പ്ലാൻ ചെയ്തതാണ് ഈ വർഷത്തെ ഇന്ത്യയിൽ നടത്തുന്ന റാലി. 2020 ഓർത്ത് നോക്കിയാൽ 2020 പ്ലാൻ ചെയ്ത് 2023 നടത്തുന്ന ഈ റാലി, അടുത്ത വർഷത്തെ റാലിക്ക് 2021 പ്ലാൻ ചെയ്തതാണെന്നാ പറയുന്നത്. എന്റെ വോയിസ് കേൾക്കുന്നില്ലെന്ന് പറയണ്ടേ? സുൽഫത്ത്, എന്റെ വോയിസ് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ക്ലിയർ ആണ്. റെയിനിന്റെ അവിടെ ഓക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നെറ്റ്വർക്ക് ഒന്ന് ഉറപ്പുവരുത്തണേ. ഇവിടെ ഓക്കെയാണ്. ഓക്കെ. അപ്പൊ സുൽഫത്ത് ഒന്ന് കേൾക്കുന്നില്ലെങ്കിൽ എന്നെ അടുത്ത് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ ഈ ഒരു സംഭവത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അവസരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു എക്സ്പോഷർ കൂട്ടാൻ സാധിക്കലാണ്. ഞാൻ പേഴ്സണലി എനിക്ക് പോയിപ്പോ മനസ്സിലായ ഒരു കാര്യം, ഫോറെവറിനെ സംബന്ധിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെല്ലാവരും സീരിയസ് ആയി എടുക്കണം എന്ന് മാത്രമല്ല, ഇതൊരു കരിയർ ലെവൽ എടുത്തിരിക്കുന്ന ഒരുപാട് ഹൗസേഴ്സ് നിങ്ങൾക്ക് ഇവിടെ അറിയുമെന്നറിയില്ല. ഫോറെവറില് ഗ്ലോബൽ ലെവലില് 99% ആൾക്കാരും ടോപ്പ് ലീഡേഴ്സായി നിൽക്കുന്നവര് ഹൗസ് വൈഫ്സ് ആണ്. 99% ഹൗസ് വൈഫ്സ് ആയി നിൽക്കുന്നവരാണ്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകമായി പെട്ടത് ഒരു ലേഡിയാണ്, മരീന കാസ്ട്രൻ. അത് റോൾഫ് കിപ്പിന്റെ ടീമാണ് മരീന. നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. ഈ ലേഡി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു, ഷാക്കിറിന്റെ ഫോണിലാണിത്. അത് ഏകദേശം 9 പിള്ളേരുടെ അമ്മയാണ്. 9ാമത്തെ കുട്ടി ഈ വർഷമാണ് ജനിച്ചവർക്ക്. 9 പിള്ളേരുടെ അമ്മ. നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ 9 പിള്ളേരുടെ അമ്മ എന്ന് പറയുമ്പോൾ. മരീന കാർനെറ്റ്. 9 പിള്ളേരുടെ അമ്മ. ഇവരായിട്ട് എനിക്ക് സംസാരിക്കാനിടയായി. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഹൗസ് വൈഫാണ് ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ, ഞാൻ ഇവരോട് മീറ്റിംഗ് ഞങ്ങളുടെ ഹോട്ടലിൽ തന്നെയായിരുന്നു താമസിച്ചത്. അപ്പൊ ഞങ്ങൾ ലിഫ്റ്റിൽ കണ്ട് ഞാൻ സംസാരിച്ചപ്പോ ഇവര് പറഞ്ഞൊരു കാര്യം, ഇറ്റ്സ് ഓൾ അബൌട്ട് ഗെറ്റിംഗ് വിഷൻ ആൻഡ് പ്രയോറിറ്റിങ് യുവർ സെൽഫ്. നമ്മുടെ 9 പിള്ളേർ, ഞാൻ എന്നിട്ട് പറഞ്ഞു നമ്മുടെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരും കുറച്ച് ധൃതിയിലായതുകൊണ്ടും അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അവര് പറഞ്ഞൊരു കാര്യം, ഞാൻ ചോദിച്ചു ഈ 9 പിള്ളേരെ വെച്ച് എങ്ങനെ മാനേജ് ചെയ്യണം, കാരണം നമ്മുടെ ടീമിൽ ഹൗസ് വൈഫ്സ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, സദൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ എന്റെ ടീമിലും ഒരുപാട് ഹൗസ് വൈഫ്സ് ഉണ്ട്. ഇത് എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യണം, 9 പിള്ളേരെയും ബിസിനസ്സും വീട്ടിലെ ജോലിയും ഒക്കെ മാനേജ് ചെയ്യണ്ടേ? അവര് പറഞ്ഞത് ഇവരെ കുറിച്ച് നിങ്ങൾ കേൾക്കണം. ഇവര് ഫോറെവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഗ്ലോബൽ റാലി ആദ്യത്തെ റാലി തന്നെ ഇവര് GLT കയറി 7500 cc. അതായത് കൃഷ്ണയുടെ CCയിൽ ആദ്യത്തെ വർഷം തന്നെ എത്തിയത് 9 പിള്ളേരുടെ അമ്മ. ഇവര് ഡയറക്റ്റ് ഇവരുടെ ആക്റ്റീവ് CC അല്ലെങ്കിൽ ഇവരുടെ നോൺ മാനേജർ അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്റ്റ് സ്പോൺസറിങ് ഏകദേശം 1000 CCയോളം ഉണ്ടെന്നാ പറഞ്ഞ ഒരു വർഷം. നോൺ മാനേജർ CC തന്നെ വളരെ വലുത് ഇവർക്ക്. മാനേജർ CC, നോൺ ആക്റ്റീവ് CC തന്നെ. അപ്പൊ എങ്ങനെയാണ് ഇവർ ഇത്രയും മാനേജ് ചെയ്യുന്നത്? ഇത്രയും 9 പിള്ളേരെ വെച്ചിട്ട് ഇവർ പറയുന്നത്, നമുക്ക് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പറ്റും. പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ സഫർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാല്, കാരണം 9 പിള്ളേരെയും വെച്ച് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യണം, പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരത്തി എന്റെ മക്കൾക്ക്
ഞാനായിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് എന്റെ ഹസ്ബൻഡ് ചെയ്യാൻ പറ്റില്ല. അത് അമ്മമാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, പുള്ളിക്കാരത്തി പറഞ്ഞ. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ ഇത്രയും ഫോക്കസ് ഉണ്ടെന്ന്. പുള്ളിക്കാരത്തിന്റെ പിന്നെ കുറെ പ്രയോറിറ്റീസ് പുള്ളിക്കാരത്തി മാറ്റി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു എല്ലാ ആഴ്ചയും പുള്ളിക്കാരത്തിക്ക് ഫംഗ്ഷൻസിനൊന്നും പോകാൻ പറ്റാറില്ല. അത് പുള്ളിക്കാരത്തി ട്രെയിനിങ്ങിൽ പറഞ്ഞതാണ്. എനിക്ക് എല്ലാ ആഴ്ചയും ചിലപ്പോ മറ്റ് ഫാമിലീസ് അല്ലെങ്കിൽ എന്റെ ഫാമിലീസിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ മറ്റുള്ള കസിൻസ് കല്യാണം കഴിഞ്ഞ ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ചിലപ്പോൾ അതും ഇതും കൂടി പോകുമ്പോൾ എനിക്ക് ചിലപ്പോൾ മെന്റലി വരും. പക്ഷെ ഞാൻ അതിനനുസരിച്ച് നേരത്തെ എഴുന്നേറ്റും എന്റെ ദിവസം ചാർട്ട് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്കാരത്തി അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഗ്രോത്ത് ഉണ്ട്. ബിസിനസ്സിലും ലൈഫിലും ഒരു റിതം വന്നിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് ഇവിടെ ഹൗസ് വൈഫ്സ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾ നോക്കുക, നിങ്ങളെ പോലെ സാധാരണ ഒരു വർഷം മുമ്പ് വന്ന ആളാണ് GLT ലെവലിൽ കയറിയിരിക്കുന്നത്. പ്രയോറിറ്റൈസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നവർക്കാണ് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണ്, അതായത് ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്നവർക്കാണ് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാവുക. ഇല്ലാത്ത പക്ഷം ഗ്രോത്ത് ഉണ്ടാവില്ല. ഇവര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 9 പിള്ളേരുണ്ട്. പുള്ളിക്കാരുടെ ടീമില് ഒരു കുട്ടി 2 കുട്ടികളുള്ള മാതാപിതാക്കന്മാരുണ്ട്. അവർക്ക് പുള്ളിക്കാരത്തി ചെയ്യുന്നതിന്റെ 10-1 ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഫോറെവറിനെ കുറിച്ചിട്ടുള്ള ചിന്ത എപ്പോഴും ഇല്ല. ഇതാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ആക്ച്വലി നമുക്ക് ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, ഫോറെവറിനെ കുറിച്ചൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ അച്ചീവ് ചെയ്യും എന്നാ പറയുന്നത്. നമ്മൾ നമ്മുടെ ബിസി ഷെഡ്യൂളിൽ പോകുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മറന്നു പോകും. ശരിയല്ല ഞാൻ പറഞ്ഞത്? മറ്റിത് വരുമ്പോ എന്റെ ടാർഗറ്റ് ഞാൻ ചിലപ്പോൾ മറന്നു പോകും. പ്രത്യേകിച്ച് ഞാൻ എന്റെ കുട്ടികളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ അതല്ലെങ്കിൽ പഠനം ഇത് വരുമ്പോ എന്റെ ടാർഗറ്റ് മറഞ്ഞു. ചിലപ്പോ ഇത് വരുമ്പോ അല്ലെങ്കിൽ വിഷു അല്ലെങ്കിൽ ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ നോമ്പ് അത് ഇതൊക്കെ വരുമ്പോ നമ്മൾ എന്തിനാണ് തുടങ്ങിയേക്കണേന്ന് പറഞ്ഞ മറവിയാണ് നമ്മളെ ഗോളിലോട്ട് എത്തിക്കാതിരിക്കുന്നത്. അല്ലാണ്ട് വർക്ക് ചെയ്യാതിരിക്കലല്ല. എല്ലാവരും വർക്ക് ചെയ്യും, പക്ഷെ മറന്നു പോകും നമ്മള്. ആക്ച്വലി എന്തിനാണ് നമ്മളിവിടെ, എന്താണ് എന്റെ ഈ മാസത്തെ ഗോൾ എന്ന് നമ്മുടെ ഒരുപാട് ഷെഡ്യൂൾ വരുമ്പോൾ മറന്നു പോകും. അപ്പൊ അതിന് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം, ഞാൻ ചെയ്യുന്നൊരു കാര്യം പുള്ളിക്കാരത്തി പറഞ്ഞത്, ഞാൻ എന്റെ വാൾപേപ്പറിൽ എന്റെ ഈ മാസത്തെ ഗോള് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. എന്നിട്ട് രാത്രി കിടക്കണേക്കാളും മുമ്പ് പുള്ളിക്കാരത്തി ഒറ്റ കാര്യം ചെയ്യുന്നത്, ഫോൺ എടുക്കുമ്പോ കലണ്ടറിൽ നോക്കും, പുള്ളിക്കാരത്തിന്റെ മാസത്തെ ഗോള് നോക്കും, എന്നിട്ട് നോക്കും. പിന്നെ പുള്ളിക്കാരത്തി ചെയ്യുന്ന വേറൊരു കാര്യം, ഇതാണ് പുള്ളിക്കാരത്തി ചെയ്യുന്ന ഏറ്റവും ഇത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ പുള്ളിക്കാരത്തിന്റെ ട്രെയിനിങ് ഞങ്ങൾ കൂടിയപ്പോൾ ഞങ്ങൾക്കൊരു Q&A സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾ ചോദിച്ചു, എന്നാലും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഓർമ്മ ഉള്ള ആറുണ്ടാണോ നിങ്ങൾ? പുള്ളിക്കാരത്തിന് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ മറന്നു പോകാതിരിക്കലാണ്. ഇവിടെ ഇരിക്കുന്ന 400 പേരും സ്റ്റുഡൻസ് ഉണ്ടാവും, ജോലിക്കാരുണ്ടാവും. നമ്മുടെ ഗോള്, മന്ത്ലി ഗോള് നിങ്ങൾ മറക്കാതിരിക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. മന്ത്ലി ഗോള് മറക്കുമോ നിങ്ങൾക്ക് ഫോറെവറിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവൂല. എനിക്കിപ്പോ 5Cs ആണ് കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് സൂപ്പർവൈസർ ആവണം, എന്റെ ടീമിൽ സൂപ്പർവൈസേഴ്സിനെ ഡെവലപ്പ് ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ടാവും. എനിക്ക് സൂപ്പർവൈസേഴ്സിന് ടാർഗറ്റ് ഉണ്ടാവും, എനിക്ക് എന്റെ പല ലൈൻസിലും സൂപ്പർവൈസേഴ്സിനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ 5Cc അല്ലെങ്കിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വേണം, പുതിയ ആൾക്കാരെ സ്പോൺസർ ചെയ്യണം, ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യണം, ടീമിൽ ഡെവലപ്പ്. ഇതിനെക്കുറിച്ച് മറന്നു പോയാൽ നിങ്ങളുടെ ടാർഗറ്റിലോട്ട് ചെല്ലും മറന്നു. സോ ഓൾവേസ് നിങ്ങളുടെ ഗോള് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങള് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന, ഞങ്ങൾ താമസിച്ച അതേ ഹോട്ടലിൽ നിന്ന് GLT-കാരായിട്ട് താമസിച്ചത്. എനിക്ക് വോയിസ് പോയി. കേൾക്കുന്നില്ലല്ലോ റെയിനെ. കേൾക്കുന്നില്ല. ഹലോ, കേക്കാവോ? ഇപ്പൊ കേക്കാം. ക്ലിയർ ആണല്ലോ? അതെ ഇപ്പൊ ക്ലിയർ ആണ്. മറ്റു റാലികളെ വെച്ച് ഏറ്റവും എനിക്ക് ഇതിനകത്ത് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് GLT-യിലുള്ള ടോപ്പ് ലീഡേഴ്സ് ആയിട്ട് സംസാരിക്കാൻ പറ്റി. കാരണം ഒരേ ബിൽഡിങ്ങിലായതുകൊണ്ട് തന്നെ
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇറങ്ങുന്ന അവരുടെ ലിഫ്റ്റിൽ അവരെ കണ്ടിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ ഒരുപാട് ആൾക്കാരായിട്ട് സംസാരിക്കാൻ പറ്റും. ഇവരൊക്കെ കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു GLD നിൽക്കാൻ കാരണം ഇവർ ശരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ചെയ്യുന്ന ഇവർക്ക് ഈ ഒരു ചിന്തയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഗ്ലോബൽ ലീഡേഴ്സിലുള്ള ടോപ്പ് ആൾക്കാരെല്ലാവരും ഹൗസ് വൈഫ്സ്. അവർ ഭൂരിഭാഗം അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ പ്ലാനിങ് ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് എപ്പോഴും ചിന്തയുണ്ട്. ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വർഷം ഇവർക്ക് ഇന്നത് അച്ചീവ് ചെയ്യണം എന്നൊരു ഗോൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മരീന കാർണറ്റ് പറഞ്ഞ ഒരു കാര്യം, എനിക്ക് 7500 cc അച്ചീവ് ചെയ്യണം എന്ന് എനിക്കൊരു ഗോൾ ടാർഗറ്റ് ഉണ്ടായി. ഞാനത് മന്ത്ലി ബേസിസിൽ ബ്രേക്ക് ചെയ്തു. 7500 ഡിവൈഡ് ബൈ 12, ഒരു മാസം അപ്പൊ ഇത്ര കൊണ്ടുവരണമെന്ന് പുള്ളിക്കാരത്തിക്ക് അറിയാം. അത് പുള്ളിക്കാരത്തി വീണ്ടും ബ്രേക്ക് ചെയ്തു, ആഴ്ചകളിൽ ബ്രേക്ക് ചെയ്തു. ഞാൻ കണ്ടപ്പോ എനിക്ക് കണ്ണു പോയി. കാരണം നമ്മുടെ ടീമില് 1-2 മാനേജേഴ്സ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഗോൾ ബ്രേക്ക് ചെയ്യുന്നത്. സെയിം ആ ഫോർമുലയാണ് മരീന കാർണറ്റ് ചെയ്യുന്നത്. അതായത് വർഷത്തിലെ ഗോള് മന്ത്ലി ഗോളായിട്ട് ബ്രേക്ക് ചെയ്യും. ഓരോ മാസം ഇത്ര CC വേണമെന്ന് പുള്ളിക്കാരത്തിക്ക് അറിയാം. ഒരു മാസത്തില് അത് ഓരോ ആഴ്ചകളായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ ഓരോ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓരോ ഇന്ററാക്റ്റീവ് സെഷനിലെ ആക്ഷൻ പ്ലാൻ ഇന്ററാക്റ്റീവ് സെഷനിൽ ഓരോ ഇന്ററാക്റ്റീവ് സെഷനിലും എത്ര ASമാർ വരണമെന്നും അല്ലെങ്കിൽ എന്റെ ടീമിൽ എത്ര ASമാർ വരണമെന്നൊരു കാൽക്കുലേഷൻ പുള്ളിക്കാരത്തിക്ക് ഉണ്ടാവും. പുള്ളിക്കാരത്തിയാണ് നമ്മുടെ സ്ഥാനത്തേക്ക്. ഇതുപോലെ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് പുള്ളിക്കാരത്തി എന്ത് ചെയ്യും? അങ്ങനെയാണ് പുള്ളിക്കാരത്തി ഡേ ഓരോ ദിവസത്തെ വർക്ക് ഷെഡ്യൂൾ ചെയ്ത്. അതായത് അസെൻഡിങ് ഓർഡറിലല്ല, ഡിസെൻഡിങ് ഓർഡറിലാണ് പോണേ. അതായത് ആദ്യം അച്ചീവ് ചെയ്യേണ്ട ഗോൾ ഡിവൈഡ് ബൈ 12 മാസം, പിന്നീട് അത് മാറി 4 ആഴ്ച, അത് മാറി ഓരോ, നമ്മുടെ ഭാഷയിൽ പറയണമെങ്കിൽ ആക്ഷൻ ഇന്ററാക്റ്റീവ് സെഷൻ ആണെങ്കിൽ അതേ ഡിവൈഡ് ബൈ, ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ നിന്ന് എത്ര ASമാർ വരണം എന്നൊരു കാൽക്കുലേഷൻ മരീന കാർണറ്റിന് കൃത്യമായിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ആഴ്ചകളിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു. ഓരോ ആഴ്ചത്തെയും ടാർഗറ്റ്, അതായത് ഓരോ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓരോ ഇന്ററാക്റ്റീവ് സെഷൻ എന്ന് പറയാം. ഓരോ ആക്ഷൻ പ്ലാൻ കഴിഞ്ഞിട്ടുള്ള ക്ലോസിംഗ് സെഷൻ എന്ന് ഞാൻ നമ്മുടെ ഭാഷയിൽ പറയാം. നമ്മുടെ ഭാഷ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പുള്ളിക്കാർക്ക് ആഴ്ചകളിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, മാസത്തിലെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ തന്നെ വർഷത്തിലെ ടാർഗറ്റ് അച്ചീവ്. അങ്ങനെയാണ് 7500 CC ചെയ്ത് ലോകത്തിലെ ഫോറെവറിലെ 45 വർഷത്തെ ഫാസ്റ്റസ്റ്റ് GLT മെമ്പറാണ് മരീന കാർണറ്റ്. ഫാസ്റ്റസ്റ്റ് ഫോറെവറിന്റെ ഹിസ്റ്ററിയിലെ 9 പിള്ളേരുടെ അമ്മ. ഒന്ന് ഓർത്തു നോക്കി. ആദ്യത്തെ 2-ാമത്തെ ദിവസമല്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് GLT മെമ്പർ. അവരൊക്കെ മന്ത്ലി ഇന്നൊക്കെ നോക്കുകയാണെങ്കിൽ എങ്ങനെ പോലും 10, 30, 40 ലക്ഷത്തിന് മേലെ വരും. സീനിയർ മാനേജറാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയാൻ കാരണം ഒരു വർഷം മുമ്പ് പറഞ്ഞ ഇത് പോസിബിൾ ആണ്. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു കാര്യം പോസിബിൾ. പക്ഷെ അവിടെ അവരെ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അവരവർ ആ ചിന്ത എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ ചിന്ത, നിങ്ങൾ ഫോറെവറിനെ കുറിച്ച് മറന്നു പോകുന്നതുകൊണ്ടാണ് പ്രശ്നം തന്നെ. പല ജോലികൾ വരുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റീസ് മാറും. ഒരിക്കലും പ്രയോറിറ്റീസ് മാറാതിരിക്കുക. പ്രയോറിറ്റീസ് മാറിക്കഴിഞ്ഞാല് നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങൾ പോലും വില കൽപ്പിക്കുന്നില്ലെന്നർത്ഥം. ഒരിക്കലും അങ്ങനെയുള്ളവര് ഫോറെവറിൽ വിജയിക്കില്ല, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ വിജയിക്കില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങൾ പോലും പ്രയോറിറ്റി കൊടുക്കുന്നില്ലെങ്കിൽ എങ്ങനെ ദൈവത്തിന് പോലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്നൊരു പൂർണ്ണ ബോധ്യമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഒരിക്കലും നിങ്ങൾ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ, ഇവിടെ വരുന്നവർ 90% ആൾക്കാർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരുമാനം നേടാൻ, ലൈഫ് സെറ്റിൽ ചെയ്യാനാണ്. ശരിയല്ലേ? ലൈഫ് സെറ്റിൽ ചെയ്യാനല്ലേ 99% ആൾക്കാർ വരുന്നവർ. ഞാൻ അടക്കം വന്ന ആൾക്കാർ അങ്ങനെയാണ്. വേറൊരു കാര്യം ചോദിക്കണം, അതിനുവേണ്ടി നിങ്ങൾ എന്താണ് എല്ലാ ദിവസവും ചെയ്യുന്നത്? ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടോ? അല്ലെങ്കിൽ പല ചിന്തകളുടെ കൂട്ടത്തിൽ ഒരു ചിന്ത മാത്രമാണോ നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവാ, സെറ്റിൽ ആവാ എന്ന് പറയുന്നത്? ഒരുപാട് ലിസ്റ്റില് ഒരെണ്ണം മാത്രമാണോ? അല്ലെങ്കിൽ വലിയ ഒരു പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? വലിയ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും. കാരണം ഞാനവിടെ കണ്ടപ്പോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ ടീമിൽ കൂടുതൽ ആൾക്കാർ ഹൗസ് വൈഫ്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ. അല്ലാത്ത യങ്സ്റ്റേഴ്സ് എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മൾ ഈ സംഭവം നമ്മൾ മിക്ക ഹൗസ് വൈഫ്സും ഇവരൊക്കെ വരുന്ന 99%, ഈ മരീന കാർണറ്റ് 90%, ഇവരുടെ ഹസ്ബൻഡുമാരൊന്നും തുടക്കത്തിൽ വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു. ഇവര് അഭിമാനത്തോടെ സ്റ്റേജിൽ കയറ്റുന്നു, അല്ലെങ്കിൽ റെക്കഗ്നൈസേഷൻ വാങ്ങിക്കുമ്പോ ഇവർക്ക് വേണ്ടി പലതും ഒരുമിച്ച് ഗ്ലോബൽ ലെവലിലൊക്കെ അറിയപ്പെടുന്നത്. വേറൊരു ഫാമിലി ആയിരുന്നു മരിയാന ഫാബിയോള എന്ന് പറയും. ഇറ്റലിക്കാര്. അവര് GLTക്കാരാണ്.
അവര് കഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾക്കറിയോ, ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ലോകത്തിലെ നമ്പർ 1 FBO റോൾഫ് കിപ്പും ഡൊമിനിക് കിം, അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരാണ് ഡൊമിനിക് കിം. 3 പിള്ളേരാ. അതിനകത്ത് ഒന്നാമത്തെ മൂത്ത കുട്ടിക്ക് വയ്യാതിരിക്കുക, ശരിക്കും പറഞ്ഞാൽ അവർക്ക് വയ്യായുണ്ട്. മൂത്ത കുട്ടി വേറെ ഡിഫറെന്റ്ലി ചലഞ്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. 2 ചെറിയ പിള്ളേരുണ്ട് വേറെ അവർക്ക്. ഈ ഡൊമിനിക് കിപ്പ് ചെയർമാൻ ബോണസ് വാങ്ങിച്ച സമയത്ത് ഡൊമിനിക് കിപ്പ് നിന്ന് കരയായിരുന്നു. ഡൊമിനിക് കിപ്പ്, റോൾഫ് കിപ്പ് നിങ്ങൾക്ക് അറിയില്ലേ, അവർക്ക് 10 കോടിക്ക് പേരെ കണ്ട ചെക്കായിരുന്നു. അപ്പൊ ഭാര്യയും ഭർത്താവ് ഒരുമിച്ച് ചെയ്ത് ഇത് നിന്ന് കരയായിരുന്നു ഡൊമിനിക് കിപ്പ്. അപ്പൊ ഈ ഡൊമിനിക് കിപ്പ് പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടാ കരഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, അതായത് കഴിഞ്ഞ വർഷം പുള്ളിക്കാരിക്ക് ചില കാര്യങ്ങൾ വർക്ക് ആവാത്ത പോലെ ഫീൽ ചെയ്തു ബിസിനസ്സിന്. അവരുദ്ദേശിച്ച പോലെ ബിസിനസ് പോകുന്നുണ്ടായില്ല. ചില ദിവസം രാത്രി 3 മണിക്കൊക്കെ ഒരു വീട്ടമ്മയായ ഡൊമിനിക് പെരുന്ന് എഴുന്നേറ്റിരുന്ന് പെട്ടെന്ന് നോക്കുന്നു, കരയുന്നു 2 മണി 3 മണിക്കൊക്കെ. പക്ഷെ പുള്ളിക്കാരത്തി ഇപ്പൊ ഞാൻ കരയാൻ കാരണം അന്ന് ഞാൻ അനുഭവിച്ചതിനൊക്കെ 10 ഇരട്ടി ഇത് കാണുമ്പോൾ സന്തോഷമാണ്. കാരണം 100 ഇരട്ടി സന്തോഷമായിരുന്നു. കഷ്ടപ്പെടുന്നതിനൊക്കെ 100 ടൈംസ്. അത് റിലേറ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഫോക്കസ് ഉണ്ടാവണം. ഫോക്കസ് ഇല്ലാത്ത പക്ഷം നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾക്ക് കൃത്യമായിട്ട് പ്ലാനിങ് വേണം. നിങ്ങൾക്ക് ഒരു മാസത്തിൽ എന്താ അച്ചീവ് ചെയ്യേണ്ടേ? ഇപ്പൊ നിങ്ങൾക്ക് സൂപ്പർവൈസേഴ്സിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് സൂപ്പർവൈസർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5cc വേണം, അതനുസരിച്ച് എന്താണെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് ആക്ഷൻ പ്ലാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്രയോറിറ്റി കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ. സ്റ്റുഡൻസ് ആവട്ടെ, നിങ്ങൾ എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? ഞാൻ വിതയ്ക്കുന്നതേ കൊയ്യുള്ളൂ. ജെയ്നി ലീച്ച് എന്ന് പറഞ്ഞ ലോകത്തിലെ 2ാമത്തെ FBO നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ജെയ്നി ലീച്ച് ആ ചെയർമാൻ ബോണസിലെ 2ാമത്തെ ചെക്ക് വാങ്ങിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയായിട്ട് ഞാൻ സംസാരിച്ചു. ആള് കേരളത്തിലുണ്ടായിരുന്നു കുറെ നാൾ. അപ്പൊ ഞങ്ങള് കേരള ബോയ്സ് എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത് ഞാൻ 5 വർഷം ഫോറെവറിൽ ഉണ്ടായ ആദ്യത്തെ 5 വർഷം വലിയ ഇനാക്റ്റീവ് ആയിരുന്നു. വലിയ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായില്ല, ഒന്നും ഗ്രോത്ത് ഉണ്ടായില്ല. അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്റെ പ്രശ്നമല്ല, കമ്പനിയുടെ അല്ലെങ്കിൽ സ്പോൺസറിന്റെ അല്ലെങ്കിൽ ടീമിന്റെ ഒക്കെ പ്രശ്നമാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ള പ്രശ്നമാണെന്ന് പുള്ളിക്കാരി വിചാരിക്കും. 5 വർഷം കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ ചിന്ത മാറ്റിയപ്പോൾ പുള്ളിക്കാരി ഗ്രോത്ത് വന്നു. അങ്ങനെയാണ് വേൾഡിലെ തന്നെ നമ്പർ 2 അല്ലെങ്കിൽ നമ്പർ 1 കയറിയത്. ജെയ്നി ലീച്ച് ഹൗസ് വൈഫാണ്, 37 വർഷം ഫോറെവർ ചെയ്യുന്ന വ്യക്തിയാണ്. അമ്മൂമ്മേ, അവരെ ഹസ്ബൻഡ് കഴിഞ്ഞ വർഷം മരിച്ചു, പ്രായമായി. എന്നാലും ഓർത്ത് നോക്കിയേ, നമ്മുടെ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ എവിടെ ഒരിക്കലും. പക്ഷേ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കണം. നിങ്ങൾ അതിനു വേണ്ടി വില കൊടുക്കാൻ റെഡി ആയിരിക്കണം. ഈസ്റ്റർ ആണ്, ക്രിസ്മസ് ആണ്, വിഷുവാണ്, ഇതിനല്ല പ്രയോറിറ്റി. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോ ഞങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷത്തെ ക്രിസ്മസ് എനിക്ക് ഉണ്ടായില്ല എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ സംബന്ധിച്ചിട്ടാണ് പറയണത്. ഇനി കേൾക്കുന്നില്ല. ഞാൻ ഈ വർഷത്തെ ക്രിസ്മസ് എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമെന്ന്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ജസ്റ്റ് ഞങ്ങൾ പള്ളിയിൽ പോയി വന്നു. വേറെ ഒരു സെലിബ്രേഷനും എനിക്ക് പോകാൻ പറ്റിയില്ല. ന്യൂ ഇയറിന് നിങ്ങൾ എല്ലാവരും മിക്ക സമയവും ഇരുന്ന് നിങ്ങൾ ഫാമിലിയുടെ കൂടെയൊക്കെ ആയിരുന്നിട്ടുണ്ടാവും അല്ലെ? എനിക്ക് ഫാമിലിയുടെ കൂടെ ആയിരിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. ഞാൻ ഇരുന്ന് കരയായിരുന്നു. മനസ്സിലായോ? കാരണം ഞാൻ എന്റെ ഗോള് ചെയർമാൻ ബോണസ് ജനുവരി ഡിസംബർ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യാനായിരുന്നു ഞാൻ ചെയ്തത്. ഗ്ലോബൽ റാലി ഫോക്കസ് ചെയ്യാനായിരുന്നു ഞാൻ ചെയ്തത്. എനിക്ക് 2500cc ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അതേ CCയിലോട്ട് വരുന്നത് ഞാൻ അത് തന്നെ ഇരുന്നായിരുന്നു ചെയ്തത്. എനിക്ക് ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല. എന്റെ ആന്റിമാര് വന്നപ്പോൾ ഞാൻ ഗ്ലോബൽ റാലി 2500cc കയറുന്ന എനിക്ക് ഒരിക്കൽ പോലും ചിന്തിണ്ടായിരുന്നില്ല. മീൻസ് അതേ ഇത് തന്നെ എനിക്ക് കേട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാന് എന്റെ ആന്റിമാര് വന്നു. എന്റെ ആന്റിമാര് വീട്ടിലോട്ട് വരുമല്ലോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എന്റെ കസിൻസ് ഒക്കെ അത് ഞാൻ ഫുള്ള് മുകളിലിരുന്ന് വർക്ക് കോഡ് അതൊക്കെ ആയിരുന്നു ക്രിസ്മസ്. അപ്പോൾ ഇത് ചെയ്തപ്പോ എന്റെ ആന്റിമാര് വന്നപ്പോ എന്റെ അടുത്ത് മോളിൽ കയറുന്നില്ല. എന്റെ കസിൻസിന് ഭയങ്കരമായിട്ടൊരു വിഷമം പോലെ അവർക്ക്. പിന്നെ ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം എനിക്ക് ക്രിസ്മസ് ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. പക്ഷെ എന്നാ പറ്റി, ഞാൻ എന്റെ ഗോള് ഫോക്കസ് ചെയ്തു. മനസ്സിലായി? അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ ക്വാളിഫൈ ചെയ്തപ്പോ എനിക്കുണ്ടായൊരു സന്തോഷമുണ്ട്. അതിന്റെ റിസൾട്ടാണ്
എനിക്ക് കിട്ടിയ ചെയർമാൻ ബോണസ് ദൈവാനുഗ്രഹം കൊണ്ട്. അതിന്റെ റിസൾട്ടാണ് എനിക്ക് ഗ്ലോബൽ റാലിയിൽ പോകാൻ പറ്റിയത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അത് എളുപ്പമായിരുന്നില്ല. എനിക്ക് ചെയർമാൻ ബോണസ് കിട്ടാൻ 2500 cc ഗ്ലോബൽ റാലി പോകാൻ ഒട്ടും എളുപ്പമായിരുന്നില്ല. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ഇന്ന് കരഞ്ഞിട്ടുണ്ട് ശരിക്കും. ചില മാസങ്ങളിൽ ലിറ്ററലി കരഞ്ഞിട്ടുണ്ട് ഞാൻ. ദൈവത്തിന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. മനസ്സിലായി? പക്ഷേ ഞാൻ ഫോക്കസ് ചെയ്തും ഞാൻ ഒരിക്കലും എന്റെ ഞാൻ പറയാം, എന്റെ തലയിൽ തൊള്ളാറിന്റെ പ്രയോറിറ്റി നമ്മൾ ഇവിടെ ഇല്ല. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് വരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കുമെന്ന് അറിയില്ല, അങ്ങനെ ചെയ്താലുണ്ട് ഞാൻ എന്റെ ഫോറെവറിലെ കരിയർ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എന്റെ ഫോറെവർ കരിയർ ഹിസ്റ്ററിയിലെ ഏറ്റവും ടോപ്പ് ചെക്കായിരുന്നു എനിക്ക് ഡിസംബറിൽ കിട്ടിയത്. ഫോറെവർ കരിയറിൽ ഞാൻ അത്രയൊന്നും പറയുന്നില്ല. കരിയറിൽ വെച്ച് ടോപ്പ് ചെക്ക്, ദൈവാനുഗ്രഹം കൊണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട്. ഞാൻ എന്താണ് അവിടെ ചെയ്തത്? മനസ്സിലായോ? എന്താ ഞാൻ ചെയ്ത അവിടെ? ഞാനവിടെ എന്താ ചെയ്തത്? ഞാൻ ആക്ച്വലി എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അവിടെ വില കൊടുത്തു. ഞാൻ ഡിസംബറിൽ നാട്ടിലെ ഇവിടെ നിന്ന് ചെയ്ത സമയത്ത്, അതേ സമയത്ത് പല രാജ്യത്തുള്ള ഹൗസ് വൈഫ് ഡൊമിനിക്കും അവരൊക്കെ കരഞ്ഞിട്ടുണ്ടാവും. അവർക്ക് അവരുടെ റിസൾട്ട് കിട്ടി. ഞാൻ പറഞ്ഞു മനസ്സിലായ? നിങ്ങൾ പ്രയോറിറ്റി കൊടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് ഫോറെവറിലെ സക്സസ്ഫുൾ ഭയങ്കരമായിട്ടുണ്ടാവും. കൃഷ്ണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. എല്ലാവരും ഈ ഹൗസ് വൈഫ്സ് എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ എന്ത് ഹാർഡ് വർക്ക് ചെയ്യാൻ കൊടുക്കുന്നു, ഇൻപുട്ട് കൊടുക്കുന്നോ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ 90% ആൾക്കാരും ഒന്നാമത് ഐഡിയ ഇല്ല, പ്ലാനിങ് ഉണ്ടാവില്ല. പ്ലാനിങ് ഉണ്ടെങ്കിലും അവര് മറന്നു പോകുന്ന കാരണം കൊണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് പ്രയോറിറ്റി ലിസ്റ്റ് എന്ന് പറഞ്ഞില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവണം. നമ്മുടെ പോകുന്ന പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. ഓഫ് കോഴ്സ് എനിക്ക് എല്ലാവരും ഇതറിയാൻ പറ്റില്ല. എന്റെ കസിൻസിന്റെ ഇടയിൽ എന്നെ പറയുന്നത് ഇവനെ വിളിച്ചാൽ കിട്ടില്ലാത്ത വ്യക്തിയായിട്ടായിരിക്കും. എനിക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ കുട്ടികൾ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ, നല്ല രീതിയിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പപ്പ മമ്മി അവരെ പ്രൗഡാക്ക്, നിങ്ങളുടെ പാർട്ട്ണറിനെ പ്രൗഡാക്ക്, പറഞ്ഞ അതേ ആൾക്കാരോട് മാറ്റി പറയിപ്പിക്കി. അതിന് നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു ഫോക്കസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതാ ഞാൻ പറഞ്ഞ, ഫോക്കസ് ഉള്ള വ്യക്തികൾക്കാണ് ഫോറെവറിൽ സക്സസ്ഫുൾ ആവാൻ സാധിക്കുക. പ്ലാനിങ്ങും ഹാർഡ് വർക്ക് ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഫോറെവറിൽ ഗ്രോത്ത് ഉണ്ടാവുക. നിങ്ങൾക്ക് 10 cc അല്ലെങ്കിൽ 5 cc ക്വാളിഫൈ ചെയ്യാൻ 15-ാം തീയതി ശരിക്കും സമയം കഴിഞ്ഞു തുടങ്ങി. ഇപ്പോഴേക്കുള്ള ഫോക്കസ് ഇല്ല. എനിക്ക് ഈ മാസം സൂപ്പർവൈസർ ആക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ 100% കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവാൻ സാധിക്കും. എനിക്ക് 10 cc ആവാൻ സാധിക്കുന്നത് 100% സാധിക്കും. അത്ര എളുപ്പമാകുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാൻ പറയുന്നില്ല. എളുപ്പമല്ല ഫോറെവർ ബിസിനസ്. ഹാർഡ് വർക്ക് ഉണ്ട്. പക്ഷേ ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ട്. അതാണ്, ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ട്. നമുക്ക് ഇപ്പോ ഓരോരുത്തരും കഷ്ടപ്പെട്ട ലെവലിൽ എത്തുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ മോട്ടിവേഷൻ തന്നെ. ശരിയല്ലേ? നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവണം. ഇപ്പൊ ഞാനിവിടെ പറയാൻ കാരണം ഓരോ ഹൗസ് വൈഫ്സും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പല ഗ്ലോബൽ ലെവലില്. ആ റിസൾട്ട് ഇനി ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ പറയട്ടെ, ഇതേ ഓപ്പർച്യൂണിറ്റി കിട്ടി എത്രയോ പേര്, ഇപ്പൊ ഇവിടെ 385 പേരുണ്ട്. 385 പേരും അറ്റ സമയത്ത് തന്നെ ഫോക്കസ് ചെയ്ത് അവരുടെ ഗോളിലോ ഈ മാസം അച്ചീവ് ചെയ്യുന്ന തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലായോ? 386 പേര് അച്ചീവ് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ഇല്ല. ചിലപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഈ കൗണ്ട് പോലും കുറയാം. പക്ഷെ നിങ്ങളാവണം വേണ്ടത് നിങ്ങളാ തീരുമാനിക്കുക. നഷ്ടം നമുക്ക് മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനിവിടെ ഹാർഡ് വർക്ക് ചെയ്താലും, ഇപ്പൊ റെയിനൻ ഞാനാണ് നിങ്ങളോട് പറയുന്നത്, ഞാനിവിടെ പണി എടുത്താലും ഇല്ലെങ്കിലും കമ്പനിക്ക് നഷ്ടമുണ്ടോ? കമ്പനിയുടെ ടേൺ ഓവർ താഴത്തോട്ട് മാറും. കമ്പനി നമ്പർ 2 ആണ്. ഇപ്പൊ അടുത്ത വർഷം നമ്പർ 1 ആവുന്നാ പറയണേ. ഷുവറായിട്ടും കമ്പനി ഗ്രോയിങ് ആയിരിക്കും, പ്രൊഡക്ട്സ് ഗ്രോയിങ് ആയിരിക്കും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗ്രോയിങ് ആയിരിക്കും, എന്റെ അപ്ലൈനും ഡൗണിനൊക്കെ ഗ്രോയിങ് ആയിരിക്കും. നഷ്ടം ആർക്കാ വരാ? എനിക്ക് മാത്രം വരാ.
എനിക്ക് ശരിയാവുന്നില്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് മാത്രമാണ് ശരിയാവാതിരിക്കുക. ഞാൻ എനിക്ക് ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എന്റെ ലക്ഷ്യത്തിലൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കൂ. ഇല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര വലിയ നെഗറ്റീവ് പറഞ്ഞാലും, ഇവിടെ മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? നമ്മുടെ മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നമ്മളൊന്നും നമ്മുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മുടെ തെറ്റ് നമ്മൾ അക്സെപ്റ്റ് അത് മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. പൊതുവെ മനുഷ്യന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. അതായത് എന്തെങ്കിലും അത് നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സമ്മതിക്കില്ല അക്സെപ്റ്റ് ചെയ്യാൻ. കുറച്ചുകൂടിയും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ലീഡിന് വേണ്ടി ഇരുന്നാൽ വരും, കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകില്ല. പക്ഷെ നമ്മൾ എന്താ പറയാ, 1 2 ചെയ്ത് കഴിയുമ്പോൾ ലീഡ് വന്നില്ല. ഇനി അതല്ലെങ്കിൽ കൺവേർഷൻ നമ്മൾ ഫോക്കസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാകും. പക്ഷെ നമ്മൾ എന്താ പറയാ, വരുന്നവരാരും ബിസിനസ് താല്പര്യമുള്ളവരല്ല. നമ്മൾ കുറച്ച് പേരെ മാത്രമേ നമ്മുടെ സൈക്കിളിലൂടെ റൺ ചെയ്യുന്നുള്ളൂ, കുറച്ച് പേര് മാത്രമേ ആക്ഷൻ പ്ലാൻ. അപ്പൊ നമ്മൾ എന്താ പറയാ, കുറെ പേര് കയ്യിൽ നിന്ന് പോകുന്നുണ്ട്, അത് കണ്ട് ഇത് കണ്ട് നെഗറ്റിവിറ്റി കണ്ട് അപ്പം പറഞ്ഞ അപ്പം പറഞ്ഞ അമ്മ പറഞ്ഞ അങ്ങനെ പലതും. ഇത് സ്വാഭാവികമാണ്. പക്ഷേ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഇടുന്ന സംഭവങ്ങളാണ്. കാരണം എന്താണെന്നറിയോ? കാരണം നമ്മുടെ ആക്ഷൻസ് ഗോളായിട്ട് മീറ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് അവിടെ വെച്ച് പറഞ്ഞ ഒരു ഡയമണ്ട് മാനേജർ പറഞ്ഞാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരില്ലേ, നിങ്ങളുടെ ഈ റൈറ്റ് ഹാൻഡ് ഒന്ന് പൊക്കാവോ? റൈറ്റ് ഹാൻഡ് ഒന്ന് പൊക്കാവോ? പൊക്കാവോ അല്ലേ ഒരു റൈറ്റ് ഹാൻഡ് ഒന്ന്? ഓക്കെ, സ്ക്രീനിൽ ഓക്കെ, റൈറ്റ് ഹാൻഡ് ഒന്ന് പൊക്കാം. ഇതാണ് നിങ്ങളുടെ ഗോൾ എന്ന് വിചാരിക്കുക. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം, ഈ മാസത്തെ ടാർഗറ്റ്, അല്ലെങ്കിൽ വൈകാതെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ. ഓക്കെ, എല്ലാവരും കൈ പൊക്കാ? കയ്യിൽ നിന്ന് ക്യാമറ ഓൺ ചെയ്യുകയാണെങ്കിൽ നല്ലായിരുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ ഫൈൻ. നിങ്ങളുടെ ഗോൾ ഇതാണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇതാണ് നിങ്ങളുടെ ഗോൾ. ഇനി റൈറ്റ് കൈയാണ് നിങ്ങളുടെ ഗോൾ, ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ പൊക്കാം. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് പൊക്കാം. ഇതാണ് നിങ്ങളുടെ ആക്ഷൻ. ഇതാണ് ആക്ഷൻ, ഇതാണ് ഗോൾ. ആക്ഷൻ, ഗോൾ. ഓക്കെ, ഇനി കുറച്ചൊന്ന് അകത്തിയിട്ട് ലെഫ്റ്റ് ഹാൻഡ് താഴത്തോട്ട് വെച്ച് റൈറ്റ് ഹാൻഡ് മുകളിലോട്ട് വെച്ച് ഇത് അടിക്കാൻ പറ്റുമോ നോക്കി. കൈ രണ്ട് ഇങ്ങനെയല്ല പോകുന്നത്, കൈ രണ്ട് അടിക്കുന്നുണ്ടോ? ഒന്ന് മുകളിലൊന്ന് താഴെയായിട്ട് നിങ്ങൾ ഒന്ന് അടിക്കാൻ പറ്റുമോ നോക്കി. അതായത് റൈറ്റ് ഹാൻഡ് മുകളിലും ലെഫ്റ്റ് ഹാൻഡ് താഴെയായിട്ട് ഒരുമിച്ച് അടിക്കാൻ നോക്ക്. അടി വീഴോ? രണ്ട് കൈയും കൂടി കൂട്ടി അടിക്കോ? ഇനി നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് താഴ്ത്തി ലെഫ്റ്റ് ഹാൻഡ് മുകളിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ട് കൈയും കൂടി കൂട്ടി അടിക്കാൻ പറ്റുമോ നോക്കി. കൂട്ടിയടി വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഒരെണ്ണം താഴ്ത്തി ഒരെണ്ണം മുകളിൽ വന്നില്ല. ഇനി ഈ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് മുകളിൽ തന്നെ വെക്കാം, പക്ഷെ രണ്ട് ഡയറക്ഷനിൽ വെച്ച് ഇനി രണ്ട് കൈ കൂട്ടിയടിക്കാൻ പറ്റും നോക്കി. പറ്റുന്നില്ല? അപ്പോഴും പറ്റുന്നില്ല. പക്ഷേ രണ്ട് കൈയും നിങ്ങൾ ഒരുമിച്ച് പിടിച്ച് കൂട്ടിയടിച്ചു, കൂട്ടിയടിക്കും. ഇതിനകത്ത് എന്താ അർത്ഥം വെച്ചെന്നറിയോ? ഇത് നിങ്ങളുടെ ഗോള്, ഇത് നിങ്ങളുടെ ആക്ഷൻ. നിങ്ങളുടെ ഗോള് ചിലപ്പോൾ വലുതായിരിക്കും, നിങ്ങളുടെ ആക്ഷൻ കുറവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, ഞാൻ എന്നൊക്കെ ചിന്തിപ്പിച്ച കാര്യം കേട്ടോ. ടോപ്പ് ലീഡേഴ്സ് ആയ കാര്യങ്ങൾ അവര് പറയുന്നതാ. നിങ്ങൾ ചെയ്യും ഹാർഡ് വർക്ക് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. ഇനി ലക്ഷ്യം കുറവാണ്, നിങ്ങൾക്ക് ഗോൾ ഇല്ല, എനിക്ക് അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു കൂടിയാൽ മതി അറിയില്ലേ എന്ന് പറയുന്നവർക്ക് ലക്ഷ്യമില്ല, നിങ്ങൾ വർക്ക് ചെയ്യുക, അപ്പോഴും നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. ഇനി ലക്ഷ്യമുണ്ട്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ നിങ്ങൾ പ്രയോറിറ്റി ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോഴും അടി വീഴുന്നുണ്ട്, പക്ഷെ കൈ തമ്മിൽ അടിക്കുന്നില്ല, ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ഹാർഡ് വർക്കും ഒരുമിച്ച് ഫോക്കസ്ഡായിട്ട് നിന്ന് അടിക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? ശബ്ദം വരുന്നത്. 90% ആൾക്കാരും റൈറ്റ് കൈ മുകളിലും ലെഫ്റ്റ് കൈ താഴെയും മിസ്ഡയറക്ഷൻ വെച്ചിട്ടാണ് അടിക്കുന്നത്. ശബ്ദം വരാതിരിക്കുമ്പോ പറയും, എന്താണ് പറയാ, എന്റെ റൈറ്റ് കൈ താഴുന്നില്ല. സംഭവം നമ്മുടെ മുകളിലോട്ട് പോകാത്ത, മനസ്സിലായോ? അതല്ലെങ്കിൽ ഉണ്ടാവുന്ന വേറൊരു സംഭവം, ഒന്നെങ്കിൽ റൈറ്റ് കൈ താഴ്ന്ന് ലെഫ്റ്റ് കൈ മുകളിലോട്ട് വയ്ക്കുമ്പോഴും ഈ ഒരു സംഭവം ഉണ്ടാവും. എന്താ? നമ്മൾ പണിയെടുക്കാത്ത. 90% ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. എനിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്.
നമ്മൾ കറക്റ്റ് ഫോക്കസ് ലെവലിലും കറക്റ്റ് വേവ് ലെങ്തിൽ വെച്ച് അടിക്കുമ്പോഴാണ് നമുക്ക് ഗ്രോത്ത് വരാം. അത് ഭാഗ്യമല്ല, അത് എന്റെ കയ്യിലിരിക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എവിടെയും എത്താം. എപ്പോഴും ഞാൻ ഒരേ കാര്യം തന്നെ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ലൈഫിൽ എത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഫോർ എവറിലൂടെ നിങ്ങൾക്ക് 100% അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു വർഷം കൊണ്ട് വന്ന മരീന കാർണറ്റ് എന്നേക്കാൾ കൂടുതൽ വെറും സീനിയർ മാനേജറാണ്. ഞാൻ സോറിങ്ങാ, എന്നേക്കാൾ താഴെ അവര്, പക്ഷെ അവര് GLD കയറി. മനസ്സിലായോ? ആരും മോളി വന്നു, ആര് താഴെ വന്നു, ആരിപ്പോ വന്നു, ആര് പിന്നെ വന്നു എന്നല്ല. നിങ്ങൾ ഫോക്കസ് ഇട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങൾ മറന്നു പോവാതിരിക്കുക. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയും, നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് 2 മാസം കൊണ്ട് അച്ചീവ് വേണ്ടത്, 3 മാസം കൊണ്ട് അച്ചീവ് വേണ്ടത്, ടാർഗറ്റ് നിങ്ങൾ വാൾ പേപ്പറിൽ ഇടുക. അത് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ കലണ്ടറിലിടുക. ഇത് രണ്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് രാത്രി കിടക്കണേക്കാളും ചിന്തിക്കുക. ഹൗസ് വൈഫ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരാണോ, ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 24 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള ഫ്രീഡം കിട്ടില്ല. അതിനും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങളുടെ 9 to 5 ജോലിയിൽ രക്ഷപ്പെട്ട് ഫോക്കസ് ഇട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വരണം. അവിടെ വെച്ച് ഞാനൊരു നോർത്ത് ഇന്ത്യ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ IRS വർക്ക് ചെയ്യാം. അയാള് ശരിക്കും ഫോർ എവർ IRS ജോലി ക്വിറ്റ് ചെയ്തിട്ട് ഫോർ എവറിൽ വന്ന വ്യക്തിയാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീനിയർ മാനേജറോ സോറിംഗ് മാനേജറോ കണ്ടാണ്. വളരെ നന്നായി ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. നോർത്ത് ഇന്ത്യൻ ടീമാണ്, അച്ചീവേഴ്സ് ക്ലബാണ്. അച്ചീവേഴ്സ് ക്ലബിലെ വേറെ ഒരു ടീമാണ്, പക്ഷേ ഈസ് ഡൂയിങ് ഗുഡ്. ആൾക്ക് ചെയർമാൻ ബോണസൊക്കെ ഉണ്ട്. അപ്പോൾ ആള് പറയാൻ കാരണം എന്തുകൊണ്ട് ആൾ ക്വിറ്റ് ചെയ്തു എന്നാണ് ആൾ പറഞ്ഞത്. ഒന്ന്, ഞാൻ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം. 2, ലൈഫ് സ്റ്റൈൽ വെരി ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വെറും മാനേജറായ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് കിട്ടും, അത് കഴിഞ്ഞ് പോകണം, എന്നാലും ലൈഫ് സ്റ്റൈൽ കിട്ടും. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞത്, നിങ്ങൾ ഗവൺമെന്റ് ജോലിക്ക് പോയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ശമ്പളം കഴിഞ്ഞു പോകാനുള്ള ശമ്പളം കിട്ടും, ലൈഫ് സ്റ്റൈൽ ഒരിക്കലും കിട്ടും. അതായത് നിങ്ങൾ ഒരു ജോലിയോ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഹയാത്തിൽ അല്ലെങ്കിൽ മാരിയറ്റിൽ നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായോ? അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പറയുന്ന ലക്ഷറി കാറുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് ഇന്റർനാഷണൽ ട്രിപ്സ് പോകാൻ പറ്റില്ല. പറ്റും, വർഷത്തിലൊരിക്കൽ എങ്ങാനും. അല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ലക്ഷറി ലെവലിൽ നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പോക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഫാമിലിക്ക് കെട്ടിപ്പോക്കാൻ പറ്റില്ല. ലക്ഷറി ലെവലിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ജോലി ആണെങ്കിൽ ഇതാണെങ്കിലും ഓഫ് കോഴ്സ് പുള്ളിക്കാരൻ പറഞ്ഞു, ഗവൺമെന്റ് ജോലി അതിന്റെ റെസ്പെക്ട് കിട്ടും. അതിനേക്കാൾ 10 times റെസ്പെക്ട് നിങ്ങൾ ഫോർ എവറിലെ ഗ്രോത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. 10 times അല്ല, 1000 തവണ റെസ്പെക്ട് കിട്ടും. ഗ്ലോബൽ ലെവലില് ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടും. ടീമിന് നമ്മൾ കാരണം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ പിന്നെ നമുക്ക് വലിയ നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ജോലിയിലും അത് പറ്റില്ല. പുള്ളിക്കാരൻ ഞാൻ IRS വർക്ക് ചെയ്ത വ്യക്തി, പുള്ളിക്കാരൻ പറഞ്ഞ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്ത വ്യക്തി, പുള്ളിക്കാരൻ പറഞ്ഞാൽ നമുക്കത് കിട്ടില്ല. ഇതാണ് ഫോർ എവർ നമുക്ക് നടക്കുന്ന ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്, ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഫോർ എവറിൽ കിട്ടാൻ കാരണം അതിന്റെ പാഷൻ അയാൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുത്തത്. ഒരിക്കലും നിങ്ങൾക്ക് തളർത്താൻ പറ്റില്ല ലൈഫ് സ്റ്റൈല്. ഈ ഒരു കാരണം അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഒരു ബിസിനസ്സാണ് ഇവിടെ. അല്ലാണ്ട് ഒറ്റ രാത്രിയും കൊണ്ട് ചെയ്യുന്നതല്ല. 90% ആൾക്കാർ പറയുന്ന കാര്യമാണ് ഇത് ഒറ്റ രാത്രിയും കൊണ്ട് വരുന്നൊരു സംഭവമാണ്. അല്ല, എന്റെ ലക്ഷ്യങ്ങൾ വലുതാകുമ്പോൾ നമ്മുടെ ഹാർഡ് വർക്കും കൂടും. നമ്മുടെ ലക്ഷ്യങ്ങൾ ചെറുതാകുമ്പോൾ ഹാർഡ് വർക്ക് ചെറുതാകും. നിങ്ങളെ സംബന്ധിച്ച് എത്ര പേര് ഇതിനകത്ത് അടുത്ത മാസം നമ്മൾ നടത്താൻ പോകുന്ന റിട്രീറ്റ് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്? എനിക്ക് തോന്നുന്നു ഐ എം ഷുവർ ദാറ്റ് നിങ്ങളുടെ മാനേജേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും 10cc ഫോക്കസ് ചെയ്യുന്നവർക്ക് വരാൻ പറ്റും, 5cc അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സ്, ആക്റ്റീവ് സൂപ്പർവൈസർ റെക്കഗ്നൈസേഷൻ. നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് പറ? നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണോ അതിനകത്ത്? നിങ്ങളുടെ ടീമിന് വേണ്ടി നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണോ? 15th മുമ്പ് നിങ്ങൾ 4cc അല്ലെങ്കിൽ 5cc ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങൾ ഡിസിപ്ലിൻഡ് ആണോ? നിങ്ങൾ അതിനുവേണ്ടി എന്താണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? നിങ്ങൾ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത്? ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് എങ്ങനെ വലിയ കാര്യങ്ങളിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും? അത്രയും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടുള്ളൂ? ഒരിക്കലുമില്ല. ഇപ്പൊ നമ്മൾ പറയും എനിക്ക് തിരക്കാണ് എന്ന് പറയുന്നൊരു കാര്യം, ഒരിക്കലും നിങ്ങൾ പറയില്ല എനിക്ക് തിരക്കാണ്, എനിക്ക് മക്കളുണ്ടെന്ന്. കാരണം ഇവിടെ എനിക്ക് 9 പിള്ളേരുള്ള മക്കളുണ്ട്. ഇവിടെ 9 മക്കളുള്ള മാതാപിതാക്കളുണ്ടോ? അപ്പനമ്മ 9 പിള്ളേര് അടുപ്പിച്ച് അങ്ങനെ ഇട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇരിക്കുന്നവര്. ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് നമ്മുടെ ടീമിൽ 9 പിള്ളേരുള്ള അമ്മമാരൊന്നുമില്ല. മനസ്സിലായോ? അതായത്
അത്രയും എഫേർട്ട് ഇട്ട് ചെയ്യുന്ന ആദ്യത്തെ വർഷം തന്നെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ഗ്രോത്തിലോട്ട് പോയവരുണ്ട്. നിങ്ങൾക്ക് ഫോർ എവറിൽ എന്ത് നേടാം. ഞാൻ വേറൊരാളെ പരിചയപ്പെട്ടതാണ്. അവർ മിക്കവാറും നമ്മുടെ ലേൺ ഫ്രം എക്സ്പേർട്ട് സൂപ്പർവൈസേഴ്സ് അബൌട്ട് സൂപ്പർവൈസേഴ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങൾക്കൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം എക്സ്പേർട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അവരെ മിക്കവാറും ഞങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ എക്സ്പേർട്ടുകളായിട്ട് കൊണ്ടുവരും. ഞാൻ മുമ്പ് അവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ആലിസ് എന്നാണ് അവരുടെ വേറെ പേര്. അപ്പൊ ഇവര് ശരിക്കും ഇവര് ട്രിപ്പിൾ ഡയമണ്ട് ആണ്, വർഷങ്ങളായിട്ട് ഫോർ എവർ ചെയ്യുന്ന വ്യക്തിയാണ്. 75 വയസ്സുണ്ട്. ഇവര് ഒന്നുമില്ലാത്ത, ഇവര് പറഞ്ഞത് ഒന്നുമില്ലാതെയാണ് ഇവര് മെക്സിക്കോയിലോട്ട് എത്തുന്നത്. ഒന്നുമില്ലാണ്ട്, കയ്യിലൊന്നുമില്ലാണ്ട്. ഇപ്പൊ അവരെ മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു പോയി. പക്ഷെ ഇപ്പോഴും അവര് ജീവിക്കുന്നത് വലിയ, അവരെ ഭർത്താവ് മരിച്ചു 85 വയസ്സുണ്ട് ഇവർക്ക്, 75 വയസ്സിന് മേലുണ്ട്. വലിയ വീട്ടില് ഇവര് ഓടിക്കുന്നത് 85 വയസ്സായ അമ്മ ഓടിക്കുന്നത് മെർസിഡീസ് ബെൻസിന്റെ വണ്ടിയാണ്. വേറെ വീടുണ്ട് അവർക്ക് സ്വന്തമായിട്ട്, വേറെ വെക്കേഷൻ ഹൗസ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട്. അവർക്ക് കുറെ, അവർ പറഞ്ഞു അവർക്ക് തന്നെ ഒരുപാട് സ്റ്റോക്സിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലില്. ഭയങ്കരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അവർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഫോർ എവറിൽ ഒരു ഹൗസ് വൈഫിനെ കേസ് ഞാൻ ഈ പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്തവർക്കാണ്. നിങ്ങള് ഒരുപാട് പേര് മുസ്ലിംസ് ആയിട്ടുള്ളവരല്ലേ, ബിനീഷ എന്ന് പറഞ്ഞൊരു ഹൗസ് വൈഫിനെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു വ്യക്തിയാണ്. ഭയങ്കര സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോയ ഒരു ഹൗസ് വൈഫ്. അവര് പിന്നെ വേറൊരു ഹൗസ് വൈഫ് ഉണ്ട്, അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവര് ബേസിക്കലി സൗദി അറേബ്യക്കാര്. അവരുടെ മുഖം അവർ കാണിക്കില്ല, അവര് കണ്ണ് മാത്രം. അവര് ഫോക്കസ് ഹാർഡ് വർക്ക്. അവര് ഡയമണ്ടാ, GLT-യിലുണ്ട് ഈ വർഷം. ടോപ്പ് 6th 7th പൊസിഷനിലവരാണ്. കൃഷ്ണ കഴിഞ്ഞിട്ട് ഒരു ഹൗസ് വൈഫ് ഓർത്ത് നോക്കിയേ. നമ്മുടെ ഫോക്കസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. ഒരാൾക്കും പറ്റാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളിലോട്ട് തിരിഞ്ഞു നോക്കുക. ഇനി എനിക്ക് 10 ദിവസം കൂടി ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് ഉണ്ടാവുക. അതിനനുസരിച്ച് നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് ഹാർഡ് വർക്ക് ചെയ്യുക. വരുന്ന മാസങ്ങളിലാണ് എനിക്ക് എന്റെ ടാർഗറ്റ് ആണ് അച്ചീവ് ചെയ്യേണ്ടത്. എനിക്ക് ഈ 2 മാസം കൊണ്ട് ഇന്നത് സൂപ്പർവൈസർ ആകണം എന്ന് പറഞ്ഞാൽ മാത്രം ഇരുന്നാൽ പോരാ. അത് ഇങ്ങനെ ആക്കി ചെയ്താൽ ഒരു കുന്തവും നടക്കില്ല. നിങ്ങൾ പ്ലാൻ ചെയ്ത് നിങ്ങളെ മാനേജറായിട്ടിരിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുക. നിങ്ങൾ കൊടുക്കേണ്ടി വരും, നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. വില കൊടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക, ലൈഫ് ടൈം റിസൾട്ട് കിട്ടുക. അല്ലെങ്കിൽ കിട്ടില്ല. ആ റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ പ്രൊഡക്റ്റിൽ പാഷനേറ്റ് ആവുക. ഫോർ എവറിന്റെ ബിസിനസ് ഇരിക്കുന്ന പ്രൊഡക്ട്സിലാണ്. പ്രൊഡക്ട്സ് നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന ബേസിസ് ആയിരിക്കണം. ഫോർ എവറിൽ കൺസ്യൂം ചെയ്യുമ്പോൾ, ഞാൻ ഇന്നലെ ഇട്ടേക്കുന്ന ഒരു റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയാം. അല്ല, ഇന്ന് ഷാക്കിർ കൊളാബിന്റെ ഇൻസ്റ്റയിൽ കണ്ട് അറിയാൻ പറ്റും, നിങ്ങൾ അറിയും. ഒരു ജപ്പാൻ ലേഡിയാണ്. അവര് 72 വയസ്സുണ്ട്. ഒരു ദിവസം അവര് മാത്രം 2 ലിറ്റർ അലോവേറ ജെല്ല കുടിക്കുന്നത്. ഒന്നോർത്തേക്ക് അവരുടെ സ്കിൻ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ അവരുടെ സ്കിൻ ശ്രദ്ധിച്ചോ? 72 വയസ്സാന്ന് പറയൂ. നമ്മുടെയൊക്കെ വീട്ടിൽ 72 വയസ്സായ ആൾക്കാർ ഇങ്ങനെയാണ് ഇരിക്കുക. നിങ്ങൾ അറിയില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ കൊടുത്തേ. 72 വയസ്സുണ്ട് അവർക്ക്, 72 വയസ്സ്. GLT ആണ് അവർ. ഇപ്പോഴും അവര് ട്രിപ്പിൾ ഡയമണ്ട് മാനേജറാണ്. അവരെ കുടുംബക്കാരെല്ലാരും കൂടി ഒരു ദിവസം 12 ലിറ്റർ, ഇവര് മാത്രം 2 ലിറ്റർ. ഇവര് കൊച്ചുമക്കള്, ഒരു പ്രായമായ ആൾക്കാരാണല്ലോ. കൊച്ചുമക്കള്, മക്കള്, ഭർത്താവ്, വേറെ മക്കള്, കുറെ മക്കളുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇവരുടെ പ്രൊഡക്റ്റിൽ പാഷൻ. കാരണം ഇവര് പറയുന്നത് ഈ കമ്പനിയും ഈ പ്രൊഡക്റ്റും ഈ ഓപ്പർച്യൂണിറ്റിയും ഇത് ഇന്ന് ഇന്നലെ വന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരും നമ്മളെ കണ്ടുവരുന്നവരും നമ്മളെ ഓപ്പർച്യൂണിറ്റി കണ്ടുവരുന്നവരും ഒക്കെ അത്യാവശ്യക്കാരൻ നമ്മളാണ് ശരിക്കും ഈ ബിസിനസ്സിൽ ഫോക്കസ് അല്ലാത്തായിരിക്കുന്നത്. അല്ലാണ്ട് പബ്ലിക് അല്ല. പബ്ലിക്കിന് വേണം ഈ ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഫോക്കസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകില്ല. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്, ബി ദി പ്രൊഡക്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്, ബി ദി പ്രൊഡക്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്. അതായത് അവർ പറയുന്നത് ചലിക്കുന്ന അലോവേറ ആവാൻ അവർ പറയുന്നത്. നിങ്ങൾ അലോ കുടിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ഷൈൻ ചെയ്യുമ്പോൾ അവർ പറയുന്ന രീതി എങ്ങനെയാണ്? അലോ ഷൈൻ ചെയ്യും, മുഖം ഷൈൻ ചെയ്യും, ആൾക്കാർ ചോദിക്കും. CC പോകും, പ്രൊഡക്റ്റ് പോകും, CC പോകും, പൈസ വരും. അതാണ് അവര് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാൻ കാരണം, ഫാമിലീസ് ആയിട്ടുള്ളവര്, സ്റ്റുഡൻസ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഇതാണ്. ഏകദേശം ഫോർ എവറിൽ ഞങ്ങൾ അവിടെ പോയി 20,000 പേരായിരുന്നു അവസാനത്തെ റാലിയിൽ വന്നത്. 20,000 മേലെ ആൾക്കാരുണ്ട്. 20,000 മേലെ. ഓർത്ത് നോക്കിയേ. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ തന്നെ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഫോക്കസ് ഇട്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും.
നമുക്കിപ്പോൾ വരാൻ പോകുന്ന റിട്രീറ്റിൽ ഒരുപാട് റെക്കഗ്നൈസേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്റ്റീവായി നിൽക്കുന്ന സൂപ്പർവൈസേഴ്സ്, 1+4 ചെയ്യുന്ന സൂപ്പർവൈസേഴ്സിന്, 1+4 ചെയ്യുന്ന അസിസ്റ്റന്റ് മാനേജേഴ്സിന്, സീരിയസ് ആയിട്ട് ഫോക്കസ് ആയി 120-ലായ മാനേജേഴ്സിന് നമ്മൾ റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ 10cc ഫോക്കസ് ചെയ്ത് വന്ന ആൾക്കാർക്ക് റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ട്. മാനേജേഴ്സിന് 100cc 200cc ടോപ്പ് ഡൗൺ മാനേജർ, പിന്നെ ഈക്വൽ മാനേജർ റെക്കഗ്നൈസേഷൻ കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ ഭാഗമാകാൻ നിങ്ങൾക്കും പറ്റും. നിങ്ങളും റെക്കഗ്നൈസ്ഡ് ആവും. നിങ്ങളെ സംബന്ധിച്ച് ഇതേ റെക്കഗ്നൈസേഷൻ നിങ്ങൾക്ക് കൈപ്പറ്റണമെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവണം. ഞാൻ പറയുന്നു, നിങ്ങൾ ഫോക്കസ് ഉണ്ടാവാതെ നിങ്ങൾ പ്ലാൻ ചെയ്യാതെ വർക്ക് ആയി കഴിഞ്ഞാൽ ഈ മീറ്റ് കഴിയുമോ ഈ മോട്ടിവേഷൻ നിങ്ങൾക്ക് 2 മിനിറ്റ് മോട്ടിവേഷൻ അല്ല വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചും നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചും ഒരു വിലയും പ്ലാനിങ് ആണ് വേണ്ടത്. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ 100 രൂപ എടുക്കാനേ ഉള്ളെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. കാരണം നിങ്ങൾ അതിനനുസരിച്ച് എഫേർട്ട് ഇടാത്ത കാരണം കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ബാങ്കിൽ ഫോറെവറിൽ വന്നിട്ട് മാസം ഒരു 20,000 രൂപ വെച്ച് മാസം വരാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു മാസം ഒരു 25,000 രൂപ നിങ്ങൾക്ക് മാസം വരാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം കുറ്റമാണ്. കാരണം നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഫോറെവറിൽ വന്നേ പിന്നെ നിങ്ങൾക്ക് എല്ലാ മാസവും ഹൗസ് വൈഫ് അവിടെ, സ്റ്റുഡന്റ് അവിടെ, യങ്സ്റ്റർ അവിടെ, മിനിമം ഞാൻ രേസിനോടാ പറയുന്നത് 20,000 25,000 വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വളരേണ്ട സമയമായി. മിനിമം ടു മിനിമം. അതിനനുസരിച്ച് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ടാവില്ല. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ അപ്ലൈൻ മാനേജർ ആയിരിക്കാം, ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഒന്നുകൂടിയും പറയുന്നത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ എത്ര വലിയ ഉയരത്തിലെത്തണമെങ്കിലും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഈ യൂസഫ് അലിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടാണ് ഈ അടുത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഒരു 10 മിനിറ്റ് വെറുതെ ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാലും കോള് വന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വിമിഷ്ടമാണ്. മനസ്സിലായോ? 10 മിനിറ്റ് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കണം, ഇത്രയും വലിയ യൂസഫ് അലി വെറുതെ ഇരിക്കണമെന്ന് തോന്നുകയാണെങ്കിലും കോള് വന്നില്ലെങ്കിൽ യൂസഫ് അലിക്ക് ടെൻഷനാണ്, എന്തോ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് എവിടെയോ. അപ്പൊ അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. അതാണ് അദ്ദേഹത്തിന് മുന്നോട്ട് നയിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ആരോഗ്യപരമായിട്ടും വരുമാനപരമായിട്ടാണെങ്കിലും, നിങ്ങൾ എന്ത് വില കൊടുക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്യുക, നിങ്ങളുടെ ഗോൾ സേവ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്ര നാളും കൊണ്ട് ആവാനായിട്ട് അത് ബ്രേക്ക് ചെയ്യുക. നിങ്ങൾ മാനേജറായിട്ട് ഇരിക്കുക, ഇത്ര മാസം കൊണ്ട് ഇന്നത് വേണം, ഇതും കൊണ്ട് ഇത് ചെയ്യും, ഇത്ര ആഴ്ച കൊണ്ട് ഇത് ചെയ്യണം. ഇത് നിങ്ങൾ ടാർഗറ്റ് ഇടുക, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇനി വെറും 10 days ആണ്. ഏറ്റവും വലിയ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റിട്രീറ്റ് ആണ്. ആദ്യത്തെ റിട്രീറ്റ് ആണ് വർഷങ്ങൾക്ക് ശേഷം. നിങ്ങൾ റിട്രീറ്റിന് എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ട് എനിക്കറിയില്ല കേട്ടോ. എത്ര പേരാണ്? കുറെ പേരുടെ പേരുകളൊക്കെ എനിക്ക് കിട്ടി. എത്ര പേര് ക്വാളിഫൈഡ് ആവാൻ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ മാസം? എത്ര പേര് 10cc അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യാവോ? നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യാവോ? ചാറ്റ് ചെയ്യാവോ? സിസിന്റെ ചിലവർക്ക് 10cc ചിലവർക്ക്, ചിലവരുടെ ഗോൾ എന്താ? പലർക്കും പല ഗോളാണ്. എന്തൊക്കെ ഗോളുകളാണ് കമ്പാരിറ്റീവ്ലി? സൂപ്പർവൈസർ വെച്ചിട്ടുണ്ട് ചിലവര്. സൂപ്പർവൈസർ ആണ് ഈ മാസത്തില്, ഈ മാസത്തെ ഗോളാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, 5cc ആണ്. ഓക്കെ, 2cc ഈ മാസം 5cc. ഓക്കെ, ഒരുപാട് പേര് 5cc പറയുന്നുണ്ട്, 10cc പറയുന്നുണ്ട്, ചില 2cc പറയുന്നുണ്ട്, ചില സൂപ്പർവൈസർ പറയുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യണം ഇനിയുള്ള 10 ദിവസം. അപ്പൊ നിങ്ങളുടെ ഗോളിലോട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിച്ച് നിങ്ങൾ റിട്രീറ്റ് വരുമ്പോൾ നിങ്ങൾ എന്നെ പേഴ്സണലി കാണണം. അപ്ലൈൻ മാനേജേഴ്സ് എനിക്ക് ഇവിടെ ഉണ്ടെന്ന് തോന്നണേ. അപ്ലൈൻ മാനേജേഴ്സ് എന്നെ അവർ പേഴ്സണലി മീറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, പേഴ്സണലി അവരുടെ ഗോൾ അച്ചീവ് ചെയ്ത് ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പേഴ്സണലി മീറ്റ് ചെയ്യിപ്പിക്കുക. കാരണം അങ്ങനെ മീറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ അവരുടെ നെക്സ്റ്റ് ലെവൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കാം. ഈ മാസം റിട്രീറ്റിന് അല്ലെങ്കിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് വരും, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ പറ്റും. ആൻഡ് നിങ്ങളിത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും തീർച്ചയായിട്ടും. എനിക്കൊന്ന് മാനേജേഴ്സ് ഇവിടെ ഉണ്ട്. സുൽഫത് ഇവിടെ ഉണ്ടോ? സുൽഫത്ത് അപ്പോ മാനേജേഴ്സിനോടൊന്ന് പറയാ, ഇവരെ ടാർഗറ്റ് ഇവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തികളെ എന്നെ അടുത്ത് മീറ്റ് ചെയ്യിപ്പിക്കണേ.
പേഴ്സണലി ഓക്കെ ഓക്കെ. മാനേജ് ചെയ്ത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് ചെറിയ ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഗ്രോത്തിലോട്ട് പോകാൻ പറ്റും. അതിനനുസരിച്ച് ഞാൻ നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് അത് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞാൽ അച്ചീവ് ചെയ്യുന്നവർ. തീർച്ചയായിട്ടും നിങ്ങൾ ആ ടാർഗറ്റിലോട്ട് അച്ചീവ്. എത്ര പേര് ടാർഗറ്റ് അച്ചീവ് ചെയ്യും? ഷുവർ ആണോ? നിങ്ങളുടെ ഈ മാസം നിങ്ങളുടെ ഗോൾ നിങ്ങൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യോ? ഷുവർ? പക്ക? അച്ചീവ് ചെയ്യുമെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്യാവോ? ഇനി നമുക്ക് ഹാർഡ്ലി 15 days ആണുള്ളത്. ഐ വിൽ അച്ചീവ് ഇറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാവോ? ഐ വിൽ അച്ചീവ് ഇറ്റ് എന്ന് ശരിക്കും ഫോക്കസ് ചെയ്യുന്നവര് ഷുവർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരിട്ട് കാണും. അച്ചീവ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ നേരിട്ട് കാണും. ആൻഡ് നമുക്ക് അടുത്ത നെക്സ്റ്റ് ലെവലിലോട്ട് വരാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആൻഡ് എനിക്ക് നിങ്ങളെ പേഴ്സണലിയും കാണണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും. ആൻഡ് ഇനിയുള്ള 15 days നിങ്ങൾ ഫോക്കസ്ഡ് ആയിരിക്കുക. ആൻഡ് അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഗോള് അടുത്ത 3 മാസത്തെ ഗോൾ ടാർഗറ്റ് ചെയ്യാൻ മന്ത്ലി ബേസിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരിക്കലും മറക്കാതിരിക്കുക. അതുകൊണ്ട് മറന്നു പോകാത്ത ഏതെങ്കിലും ഏരിയയിൽ എഴുതിരാൻ പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾവേസ് യൂസ്. നിങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പ്രൊഡക്റ്റുകൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഓർമ്മ വരണം. എൻ്റെ ഗോള് അലോവേര ജെല്ല് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓക്കെ ഫോർ എവറിൽ ഞാൻ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വരണം. നിങ്ങളുടെ പേഴ്സണൽ കെയർ ഒക്കെ റീപ്ലേസ് ചെയ്യുക. സോപ്പ് നമ്മുടെ യൂസ് ചെയ്യുക, ഷാമ്പു നമ്മുടെ യൂസ് ചെയ്യുക, ടൂ ജെല്ല് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊരു ഓർമ്മപ്പെടുത്തുക. ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഞാനിവിടെ വന്നേക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, ഇത് ചെയ്യാനാണ്. ഈ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹെൽത്തും കിട്ടും, നിങ്ങളുടെ ഗോളിലോട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. എനിക്കും നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്ത് നിങ്ങൾ സ്റ്റേജിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വാല്യൂ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും അച്ചീവ് ചെയ്യുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ഇപ്രാവശ്യം ഈ ഇപ്പൊ തൊട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വരുന്ന റാലികളിലും അതല്ലെങ്കിൽ വരുന്ന അച്ചീവ്മെന്റ്സും, ചെറിയ അച്ചീവ്മെന്റ്സ് ആണെങ്കിലും വലിയ അച്ചീവ്മെന്റ്സ് ആണെങ്കിലും വലിയ ഗ്രോത്ത് ആണെങ്കിലും നമ്മുടെ വലിയ റിട്രീറ്റ്, നമ്മുടെ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ, നിങ്ങൾക്കറിയോ നമ്മുടെ ഫോർ എവർ കേരളത്തിൽ 8-10 വർഷമായി നമ്മളാണ് കേരളത്തിലെ ഏറ്റവും വലിയ റിട്രീറ്റ് നടത്തുന്നത്. കേരളത്തിൽ കേരള, കർണാടക, തമിഴ്നാട്. കേരള, കർണാടക, തമിഴ്നാട് ഈ 3 പ്ലേസിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ റിട്രീറ്റ് നടത്തുന്നത് നമ്മളാണ്. അപ്പൊ നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കാൻ പറ്റും അതിൻ്റെ ഒരു സംഭവം എന്നാണ്. കാരണം അത്രയും ആളുകളെ നമ്മൾ കൊണ്ടുവരുന്നത് അത്രയും വലിയൊരു പരിപാടിയാണ് നമ്മൾ വെക്കാറ്. റിട്രീറ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് അറിയാം. പിന്നെ റിട്രീറ്റ് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർ എന്ത് ചെയ്യുന്നു? അടുത്ത ലെവലിലോട്ട് ഉയരുകയും ചെയ്യും. ശരിയല്ലേ? സൂപ്പർവൈസർ, അസിസ്റ്റന്റ് മാനേജർ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിൽ നിങ്ങളുടെ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ടീമിനെ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റും റിട്രീറ്റ് ഫോക്കസ് ചെയ്യുന്നവര്. അപ്പൊ നിങ്ങൾക്ക് അതും പറ്റും. അതുകൊണ്ട് ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്ലൈഡ് മാനേജറൊപ്പം നിങ്ങൾ എന്നെ പേഴ്സണലി ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണണം. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പേഴ്സണലി സംസാരിക്കാനുണ്ട്. ഓക്കെ, എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ സുൽഫത്ത്? കുട്ടികൾക്ക് എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ എന്തോ വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ എന്തായാലും ഇത് റെയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എനിക്കും പുതിയ നോളജ് ആയിരുന്നു കുറെ കാര്യങ്ങളൊക്കെ, റാലിയിൽ നിന്ന് കിട്ടിയ കുറെ കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും റെയിനിന്റെ അടുത്ത് ചോദിക്കാനുണ്ടോ? അതായത് ഇനി എന്തെങ്കിലും ഒരു റെയിനിന്റെ അടുത്ത് ചോദിക്കാൻ ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ എനിക്ക് നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ സെലിബ്രേഷൻസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, ഈദ്, ഈസ്റ്റർ, വിഷു, നിങ്ങൾ അതിനൊന്ന് ആലോചിച്ച് നോക്കിയേ. കൂടുതൽ ആൾക്കാരും അതിന്റെ പുറകെ പോയേക്കാർന്ന്. വിഷു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാൾ എന്ന് പറയുമ്പോൾ കുറെ ദിവസം മുന്നേ പ്രിപ്പറേഷൻ, പെരുന്നാൾ കഴിഞ്ഞിട്ടും അതിന്റെ ഹാങ് ഓവർ മാറാത്ത ആൾക്കാരുണ്ട്. വിഷു ശരിയല്ലേ, സെയിം തന്നെയായിരുന്നു. എന്ന പോലെ ഫോക്കസ് വരാം. നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് മന്ത്ലി ഗോൾസ് എന്നുള്ളത് വീക്കിലി ആക്കുക, വീക്കിലി എന്നുള്ളത് ഡെയിലി ആക്ടിവിറ്റീസ് ആക്കുക. ഈ ഡെയിലി എന്നതും നമുക്ക് ഷോർട്ട് ടേൺ ചെയ്യാം. അതെങ്ങനെയാണെന്ന് അറിയോ? അവേഴ്സ് വെച്ചിട്ട് ഇത്ര മണിക്കൂർ എനിക്ക് ഇന്ന കാര്യത്തിന് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, അങ്ങനെ ടൈം വൈസിൽ നിങ്ങൾക്ക് അത് ഷെഡ്യൂൾ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന 15 ദിവസം, ഇനിയിപ്പോ ഇത്രയും ദിവസം പോയത് കഴിഞ്ഞു, അത് ഇനി കിട്ടില്ല. ഇനി വരുന്ന ഈ ഒരു 15 days എന്ന് പറയുന്നത് ഈ ഒരു മാസത്തെ ഒരു ബെസ്റ്റ് ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതായത് ഇനി നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും, അതായത്
ഈ ഒരു മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 cc എങ്കിലും നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വരുന്ന റിട്രീറ്റിൽ നമ്മൾ നിങ്ങളെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ ക്വാളിഫൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ, അല്ലെങ്കിൽ അയ്യോ എനിക്കത് പറ്റിയില്ലല്ലോ, ഇനി എനിക്ക് സമയമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇനി വരുന്ന ഈ ഒരു 15 ദിവസം നിങ്ങളൊന്ന് മാക്സിമം എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വരുന്ന മെയ് 4-ാം തീയതി നമ്മൾ നടത്തുന്ന റിട്രീറ്റിൽ നിങ്ങൾക്കും ക്വാളിഫൈ ചെയ്യാം. ഓക്കെ. സോ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. റെയ്നൽ താങ്ക് യു. ഒരുപാട് കുറെ ഇൻഫോർമേഷൻസ് ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് വൈസ് ആണെങ്കിലും പ്രൊഡക്റ്റ് നോളജ് ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കിട്ടി. ഇപ്പൊ നമ്മൾ ന്യൂ ജോയിനിങ് ഒക്കെ ആണെങ്കിലും ഒരുപാട് പേർക്കും എത്രത്തോളം എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഈ ഒരു പ്രൊഡക്ട്സിന്റെ പൊട്ടൻഷ്യൽ അവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ന്യൂ ജോയിനിങ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പ്രൊഡക്ട്സ്, ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് എന്താ ചെയ്യണ്ടേ, 30,000 റുപ്പീസിന്റെ പ്രൊഡക്ട്സ് ആണ്. കുറെ പേരൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഷെൽഫിൽ തന്നെ ഇരിക്കായിരിക്കും. അത് ഷെൽഫിൽ വെക്കാനുള്ളതല്ല ആക്ച്വലി. നിങ്ങൾ അത് എടുത്ത് ഉപയോഗിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ, എന്റെ ലേറ്റസ്റ്റ് റീലിൽ കണ്ടതാണ് 2 ലിറ്റർ അലോവേറ ജെൽ ഒരു ദിവസം. 2 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യെല്ലോ ബോട്ടിൽ 2 എണ്ണം ഒരു ദിവസം ഒരാൾക്ക്. ആ വീട്ടിൽ 12 ലിറ്റർ ആണ് ഒരു ദിവസം അവിടെ പോകുന്നത്. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്താ പറയാ, ഡെയിലി ഒരു 60 ml അല്ലെങ്കിൽ ഒരു 60 ml വെച്ചെങ്കിലും ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. നമ്മുടെ സപ്ലിമെന്റ്സ് ഇതൊക്കെ അത്രയും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് നമുക്ക് കമ്പനി അവൈലബിൾ ആക്കി തരുന്നത്. സോ അത് എന്താണെന്ന് നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ഇവിടെ കൊണ്ടുപോകാൻ പറ്റുന്നത്. പ്രൊഡക്ട്സ് ഇല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കുറെ നാൾ ഓടില്ല. അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. കാശ് മാത്രല്ല, പ്രൊഡക്ട്സ് ഇല്ലാതെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോവില്ല. ഓക്കെ. സോ അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാവരും മെയിൻലി താങ്ക്സ് പറയാണ്. ഓക്കെ റെയ്നൽ, എല്ലാവരും ഓക്കെ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊഡക്ട്സ്, പിന്നെ ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ടാബ്ലറ്റ്സിന്റെ ഇതറിയില്ലാന്ന്. നിങ്ങൾ ജസ്റ്റ് അപ്ലൈഡ് മാനേജറോട് ചോദിക്കുകയാണെങ്കിൽ ടാബ്ലറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. കുറെ കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്ത് ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓക്കെ. പ്രൊഡക്ട്സിനെ കുറിച്ച് കൃത്യമായിട്ട് നോളജ് ഉണ്ടാവണം നമുക്ക്. കാരണം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഫോർ എവർ വെച്ചിട്ടാണ്. അതാണ് എൻ്റെ ഗോളിലോട്ട് അച്ചീവ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഞാൻ അലോ ജെല്ല് കഴിക്കും. പിന്നെ ഞാൻ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്നത്, പല്ല് തേക്കുന്ന നമ്മൾ 2 ജെൽ യൂസ് ചെയ്തിട്ട് ആദ്യം ഞാൻ എടുക്കുന്ന സംഭവം നമ്മുടെ പ്രൊഡക്റ്റാണ്. ഈവൻ ജെല്ല് കുടിക്കുന്ന അതോടൊപ്പം തന്നെ ഞാൻ എടുക്കുന്നതാണ് ഇമ്മ്യൂണോ ബ്ലെൻഡോ, പിന്നെ നമ്മുടെ റോയൽ ജെല്ലി, പിന്നെ നമ്മുടെ നേച്ചർ മിന്റ്, പിന്നെ അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ്, എല്ലാം 4 ഒരുമിച്ചെടുത്താണ് ഞാൻ താഴത്തോട്ട് പോലും പോകുന്നത്. മനസ്സിലായില്ലേ? അപ്പോ സ്വാഭാവികമായിട്ട് അത് ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ പിന്നെ അത് കഴിഞ്ഞ് മാർജി പ്ലസ് അതൊക്കെ യൂസ് ചെയ്യും ഞാൻ. പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഒമേഗ 3 അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം കിടക്കുമ്പോൾ വീണ്ടും അലോ പീച്ചസും ഇതേ സൈക്കിളും ഇപ്പൊ ഇമ്മ്യൂണോ ബ്ലെൻഡ് ഒക്കെ ഞാൻ യൂസ്. അപ്പൊ ഈ ഒരു സംഭവം എനിക്ക് ഹെൽത്തിൽ കാണുന്നുണ്ട്. ഇത്രയും എന്തുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ആരോഗ്യം കിട്ടുക മാത്രമല്ല, എന്റെ ഫോറെവറിലുള്ള വിശ്വാസം കൂടാണ്. ഞാൻ ഒരു ബിസിനസ്സായി മാറാണ്. എന്റെ ലക്ഷ്യത്തിലോട്ട് അച്ചീവ് ചെയ്യാൻ എന്നെ കൂടുതൽ പ്രേരിപ്പിക്കുകയാണ്. എന്റെ ഫാമിലി എന്നെ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഫോറെവറിന്റെ ഒരു പ്രൊമോട്ടറായി മാറാം. ഇപ്പോ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ 90% ആൾക്കാരും ഞാൻ ആരോടൊക്കെ പോകണമെങ്കിൽ എനിക്ക് ഭാഷ അറിയില്ല, ഞാൻ കമ്പനി പ്രൊഡക്ട്സ് ഓപ്പർച്യൂണിറ്റി പറയാൻ ശ്രമിക്കുന്നു. ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യും, അറ്റ്ലീസ്റ്റ് ഞാൻ ചുമ്മാ കണക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ചുമ്മാ ഞാൻ ബിസിനസ് പറയാന്ന് പറയും. ഞാൻ ചുമ്മാ കാര്യങ്ങൾ ഞാൻ പറയും. എന്നെ ഒരു ഓഡിയൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിടാറുണ്ട് ഞാൻ. ഇതേ രീതിയിൽ നിങ്ങൾക്കും ചെയ്യാൻ സാധിക്കും. സോ സ്റ്റേ ഫോക്കസ്. നിങ്ങളുടെ ഗോളിലോട്ടൊക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്. വിഷിംഗ് യു സക്സസ്. സി യു ഇൻ റിട്രീറ്റ്, FE03 2.0 റിട്രീറ്റിൽ നിങ്ങൾ കാണാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്ത് പേഴ്സണലി നമുക്ക് മീറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സുൽഫത്ത്, ഈ ഒരു സെഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഓക്കെ. താങ്ക് യു റെയ്നൽ. സോ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും വക താങ്ക് യു സോ മച്ച്. ഇത്രയും കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും ഒരു 1 hour ടൈം എടുത്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ, ഇത് ബിസിനസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഇത് ബിസിനസ്സിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി വരുന്ന നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ടാർഗറ്റ് എല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ വരുന്ന 15 days, 15 ദിവസം കൊണ്ട് നമുക്ക് എത്ര ഇന്ററാക്റ്റീവ് സെഷൻസ് വരുന്നുണ്ട്, എത്ര മീറ്റ് ആഫ്റ്റർ ആക്ഷൻ പ്ലാൻസ് വരുന്നുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോ വരുന്ന ഓരോ മീറ്റ് ആഫ്റ്റർ ആക്ഷൻ പ്ലാനിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5 cc ആണ് നിങ്ങളുടെ ഗോളെങ്കിൽ എത്ര പേരെ വെച്ചിട്ട് നിങ്ങൾക്ക് കയറ്റാൻ പറ്റണം, അല്ലെങ്കിൽ എത്ര പേരാണ് നിങ്ങളുടെ ഒരു കൺവേർഷൻ റേഷ്യോ. സോ നിങ്ങളുടെ അപ്ലൈൻസിന്റെ സപ്പോർട്ടും കൂടെ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ സൂപ്പർ അപ്ലൈൻ സൂപ്പർവൈസർ ആണോ, അപ്ലൈൻ അസിസ്റ്റന്റ് മാനേജർ ആണോ, അല്ലെങ്കിൽ അപ്ലൈൻ മാനേജർ ആണോ, ആരാണോ നിങ്ങളുടെ അപ്ലൈനിൽ നിൽക്കുന്നത്,
അവരുടെ ഒരു സപ്പോർട്ടും കൂടി എടുത്തിട്ട് നിങ്ങളുടെ ഈ ഒരു 15 ഡേയ്സ് ബെസ്റ്റ് ആക്കി മാറ്റുക. കാരണം ഈ ഒരു 15 ദിവസം നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന റിട്രീറ്റ് അടക്കം നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാം. ഓക്കെ, സോ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഒരു മീറ്റ്? ഓവറോൾ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും അത് നല്ലൊരു യൂസ്ഫുൾ ആയിരുന്നു. അപ്പൊ എന്ന പോലെ നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമുക്കിനി റിട്രീറ്റിൽ കാണാം. അവിടെ എല്ലാവരും ഉണ്ടാവും, ഓൾമോസ്റ്റ് എല്ലാ മാനേജേഴ്സ്, ഒരുപാട് അച്ചീവേഴ്സ്. അങ്ങനെ ഗ്ലോബൽ റാലി എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇവന്റ് ആണ്. ഇത് നമ്മുടെ കേരളത്തിൽ നമ്മൾ നടത്തുന്ന FE03 റിട്രീറ്റ് ആണ്. സോ ഇവിടത്തെ അച്ചീവേഴ്സ് വെച്ചിട്ട് അങ്ങനെ പയ്യെ പയ്യെ ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കയറാൻ പറ്റട്ടെ എന്ന വിഷയമാണ്. സോ അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ അപ്പൊ വിഷിംഗ് യു സക്സസ്. ഈ ഒരു 15 ഡേയ്സ് ഫോക്കസ് ചെയ്യുക. എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കീപ് ഫോക്കസിങ്. നല്ലൊരു ബെസ്റ്റ് റിസൾട്ടിലോട്ട് വരാൻ പറ്റട്ടെ. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.